ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് കേട്ടറ്റ് PYQ സെഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി 3 എക്സാമിനേഷൻ്റെ PYQ ആണ്. നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെ ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ് PYQ അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സെഷനിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മിൻ അഫ്ആലിൽ മുഖാറബ. ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്: കാദ, കറുബ, ഔഷക, ജമീഉ ഹാദിഹി. നമുക്കെല്ലാവർക്കും അറിയാം, പല ക്വസ്റ്റ്യനുകളിലും ഇതുപോലെ ഓപ്ഷനുകൾ തന്നിട്ട് അതിൻ്റെ അടിയിൽ ജമീഉ ഹാദിഹി അല്ലെങ്കിൽ ലൈസ വാഹിദുൻ മിൻഹ എന്നൊക്കെ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒരു ക്രൂഷ്യലായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ജമീഉ ഹാദിഹി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് പല ആവർത്തി ക്വസ്റ്റ്യനുകളിലും ഈ ജമീഉ ഹാദിഹി എന്ന ഓപ്ഷൻ ഉള്ളത് ചിലപ്പോൾ അതായിരിക്കാം ശരി. പക്ഷേ എന്നിരുന്നാലും നമുക്കത് ഉറപ്പിക്കാനായില്ല. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് നമുക്കിവിടെ ജമീഉ ഹാദിഹി എന്നുള്ള ഈ നാലാമത്തെ ഡി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. എന്താണ് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് അത് ഉത്തരമാവാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. ഈ കാദ, കറുബ, ഔഷക്ക ഈ മൂന്നും ഈ അഫ്ആലുൽ മുഖാറബ എന്ന ഐറ്റത്തിൽ വരുന്ന സാധനമാണ്. അതായത് അഫ്ആൽ മുഖാറബ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. അഫ്ആലുൽ മുഖാറബ മിനൽ അഫ്ആലില്ലത്തി തഅമലു അമല കാന. കാനൻ്റെ അമല് ചെയ്യുന്ന ഫീലുകളാണ് അഫ്ആൽ മുഖാറബ എന്നുള്ളത്. കാനൻ്റെ അമൽ എന്ന് പറയുമ്പോൾ ഇസ്മിനെ റഫ് ചെയ്യുക, ഖബറിന് നസ്ബ് ചെയ്യുക എന്ന ഈ ഒരു അമലാണ് അഫ്ആൽ മുഖാറബയും ചെയ്യുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ മഅന, എങ്ങനെയാണ് വരല്? ഹിയൽ അഫ്ആലുല്ലതി തദുല്ലു അല ഇഖ്തിറാബി വഖൂഇൽ ഖബരി. ഖബർ സംഭവിക്കാൻ അടുത്തായിരിക്കുന്നു എന്നതിനെ കുറിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ എന്നൊരർത്ഥം വരുന്ന ഫീലുകളാണ് അഫ്ആലുൽ മുഖാറബ. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരല്. ഇവിടെ അതിൻ്റെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്: കാദ, ഔഷക, കറുബ. ഈ മൂന്ന് ഫീലുകളാണ് അഫ്ആലുൽ മുഖാറബ എന്ന ഇനത്തിൽ വരുന്നത്. അതിൻ്റെ ഉദാഹരണം നോക്കാം. കറുബ സുബ്ഹു അൻ യദ്ഹറ, ഔഷകത്ത് ഷംസു അൻ തഗീബ, കാദത്തിൽ ഹിസ്സത്തു അൻ തൻതഹിയ. ഈ ഒരു ഉദാഹരണങ്ങൾ. അപ്പോൾ ഇവിടെ ഈ മൂന്ന് ഫീലുകളും അഫ്ആൽ മുഖാറബയുടെ ഫീലുകളാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെ വരല്ലേ? നമ്മൾ പറഞ്ഞു ഹിയൽ അഫ്ആൽ തദുല്ലു അല ഇഖ്തിറാബി വഖൂഇൽ ഖബരി. ഖബർ സംഭവിക്കാൻ അടുത്തായിരിക്കുന്നു എന്ന മഅനയാണല്ലോ ഇതുണ്ടാക്കൽ. അപ്പോൾ കറുബ സുബ്ഹു അൻ യദ്ഹറ, സുബ്ഹി വെളിവാവാൻ ആയിരിക്കുന്നു. സുബ്ഹി ഇപ്പോൾ വെളിവാം, ഈസ് അബൌട്ട് ടു ഹാപ്പൻ. ഔഷകത്ത് ഷംസു അൻ തഗീബ, സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്നു. അതായത് സൂര്യൻ ഡിസപ്പിയർ ആവാൻ അടുത്തായിരിക്കുന്നു എന്ന മഅന. കാദത്തിൽ ഹിസ്സത്തു അൻ തൻതഹിയ, ക്ലാസ് അവസാനിക്കാനായിരിക്കുന്നു, ലെക്ചർ അവസാനിക്കാനായിരിക്കുന്നു എന്നൊരു മഅനയാണ് ഈ ഒരു അഫ്ആൽ മുഖാറബ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജമീഉ ഹാദിഹി എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ കാദ, കറുബ, ഔഷക ഈ മൂന്ന് ഫീലുകളും ഈ അഫ്ആൽ മുഖാറബ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാഹിയ ആഖിറു സൂറത്തിൻ മിൻ സൂവരിൽ ഖുർആനി നസലത് കാമിലത്തൻ. ഖുർആനിൽ പൂർണ്ണമായും ഇറങ്ങിയ അവസാനത്തെ സൂറത്ത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഖുർആനിൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 സൂറത്തുകളുണ്ട്. അപ്പോൾ ഇവകളെല്ലാം ഒറ്റഘട്ടമായിട്ട് അങ്ങനെ ഇറങ്ങിയതല്ല. പലതും പല സമയത്ത് പല സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളും, പല ആവർത്തി ആയത്തുകളായി ഇറങ്ങിയവയുണ്ടാവും, സൂറത്തായി ഇറങ്ങിയവയുണ്ടാവും. അപ്പോൾ ഇതിൽ ഖുർആനിൽ അവസാനമായിട്ട് കാമിലായി ഇറങ്ങിയ സൂറത്ത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സൂറത്തുൽ നാസ് ഓപ്ഷനിലുണ്ട്, സൂറത്തുൽ നസ്റുണ്ട്, സൂറത്തുൽ കാഫിറൂനുണ്ട്, സൂറത്തുൽ ബഖറയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്താണ് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സൂറത്തുൽ നസ്റാണ് വരുന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കിവിടെ ഈ ഒരു സാധനം അറിഞ്ഞിരിക്കുക തന്നെ വേണം, എന്നാലും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഖുർആനിലാകെ 114 സൂറത്തുകളാണുള്ളത് അല്ലേ. അപ്പോൾ ഈ 114 സൂറത്തുകളിൽ സിത്തും വ സമാനൂന സൂറത്തൻ, അതായത് 86 സൂറത്തുകൾ സൂറത്തുൽ മക്കിയാണ്, മക്കയിൽ അവതരിച്ച സൂറത്തുകൾ. സൂറത്തെ നമ്മൾ 2 കാറ്റഗറിയായി തിരിക്കാറുണ്ടല്ലേ, സൂറത്തുൽ മക്കിയ, സൂറത്തുൽ മദനിയ. അപ്പോൾ ഇതിൽ 86 സൂറത്തുകളും
മക്കിയായ സൂറത്തുകൾ, മക്കയിൽ അവതരിച്ചതാണ്. ഈ സൂറത്തുൽ മദനിയ അത് സമാനും വ ഇശ്റൂന 28 സൂറത്തുകളും മദനിയയിൽ ഇറങ്ങിയതാണ്. ഓക്കെ, അതായത് മദീനയിൽ ഇറങ്ങിയതാണ്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്കറിയാം ഖുർആനിൽ ആദ്യമായി അവതരിച്ചത് ഏതാണ്, അതിന് അവസാനമായി അവതരിച്ച ആയത്ത് ഏതാണ്. ഇപ്പോൾ സൂറത്ത് നമ്മൾ പറഞ്ഞു അവസാനമായി പൂർണ്ണമായി അവതരിച്ച സൂറത്ത് എന്നുള്ളത് സൂറത്തുൻ നസ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ സൂറത്തുൻ നസ്റാണ്. പിന്നെ ഇനി അതിൻ്റെ ബാക്കിയുള്ള പല വകഭേദങ്ങളുണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ജസ്റ്റ് കടന്നു നോക്കാം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവുക, എന്നാൽ ആദ്യമായിട്ട് കാമിലായി ഇറങ്ങിയ സൂറത്ത് ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ സൂറത്തുൽ മുദ്ദസിർ എന്ന സൂറത്താണ് ആദ്യമായിട്ട് പൂർണ്ണമായി ഇറങ്ങിയ സൂറത്ത്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയും അങ്ങനെയാണെന്ന അഭിപ്രായമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയും ആണെന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതിന് ഒരു റാജിഹായ അഭിപ്രായം സൂറത്തുൽ മുദ്ദസിർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയോ സൂറത്തുൽ മുദ്ദസിറോ ആണ് ആദ്യമായിട്ട് ഇറങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അവലുമാ നസല മിനൽ ഖുർആനി ഇഖ്റ ബിസ്മി റബ്ബിക. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വഹി അറിയിച്ചു കൊടുക്കുമ്പോൾ ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ അല്ലമൽ ഇൻസാന മാ ലം യഅലം വരെ ആ ഒരു ആയത്ത് വരെയാണ് ആദ്യമായിട്ട് ഖുർആനിൽ അവതീർണമായത്. അപ്പോൾ ഈ ഒരു സാധനം എല്ലാവർക്കും അറിയുന്ന സാധനം ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ളതാണ് ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയത്. എന്നാൽ ഖുർആനിൽ അവസാനമായി ഇറങ്ങുക, അതായത് ഖുർആൻ പൂർത്തീകരിക്കുന്നത്, ഖുർആനിൻ്റെ 23 വർഷക്കാലത്തെ ആ ഒരു അവതീർണം പൂർത്തീകരിക്കപ്പെടുന്നത് അത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ഈ ഒരു ആയത്ത് കൊണ്ടാണ്. ഈ ഒരു ആയത്ത് കൊണ്ടാണ് ഖുർആനിൻ്റെ അവതീർണം പൂർണ്ണമാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അവസാനമായിട്ട് പൂർണ്ണമായി ഇറങ്ങിയത് സൂറത്തുൻ നസ്റാണ്. പിന്നെ ആദ്യമായിട്ട് കാമിലായി ഇറങ്ങിയത് സൂറത്തുൽ മുദ്ദസിറാണെന്ന് കിട്ടി. പിന്നെ ആദ്യമായിട്ട് ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് അവതീർണമായത് ഏതാണെന്നുള്ളത് ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ളത് മനസ്സിലായി. പിന്നെ അവസാനമായ ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഏതാണെന്നുള്ളത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നുള്ളതാണ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിക്കറുൻ മിഫറുൻ മുഖ്ബിറുൻ മുദ്ബിറൻ മഅൻ കജുൽമൂദി സഖറിൻ ഹത്തുഹു സൈലു മിൻ അലി ലിമൻ ഹാദൽ ബൈത്ത്. ഈ ബൈത്ത് ആരുടേതാണെന്നുള്ളതാണ്. ഈ ഒരു കവിതാ ശകലം ആരുടെ കവിതയാണ്, ആരുടെ ബൈത്താണ് എന്നുള്ളതാണ് ചോദ്യം. സുഹൈർ ബിൻ അബി സുൽമ, ഇംറുൽ ഖൈസ്, മുത്തനബി, അംർ ബിൻ കുൽസൂം, ഈ 4 ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആർക്കാണ് ഈ ഒരു ബൈത്ത് ഉള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം നോക്കാം. ഉത്തരം ഇംറുൽ ഖൈസ് എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമ, ഇംറുൽ ഖൈസ്, മുത്തനബി, അംർ ബിൻ കുൽസൂം, ഈ 3 പേരും മുഅല്ലഖയുടെ അസ്ഹാബുൽ മുഅല്ലഖാത്താണ്. മുത്തനബി എന്നുള്ളത് അബ്ബാസിയ ഷായറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഇംറുൽ ഖൈസിനാണ് ഈ ബൈത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ ഹാദൽ ബൈത്തു മിൻ മുഅല്ലഖത്ത് ഇംറുൽ ഖൈസ് ജുൻദുഹ് ഇബ്നു ഹജർ അൽ ഹാരിസ് അൽ കിന്ദി. ജുൻദുഹ് ഇബ്നു ഹജർ ഇബ്നുൽ ഹാരിസ് അൽ കിന്ദി, അതായത് ഇംറുൽ ഖൈസിൻ്റെ പേരാണ്. ഇംറുൽ ഖൈസ് എന്നുള്ള ഒരു ലഖബാണല്ലേ. ജുൻദുഹ് ഇബ്നു ഹജർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ബിനുൽ ഹാരിസ് അൽ കിന്ദി, അതായത് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരാണ് ഹജർ ബിനുൽ ഹാരിസ് അൽ കിന്ദി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ജുൻദുഹ് ഇബ്നു ഹജർ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംറുൽ ഖൈസാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്. അതിൻ്റെ അർത്ഥം എന്താ? അർ റജുലു ഷദീദ് എന്നാണ് അതിൻ്റെ അർത്ഥം. അർ റജുലു ഷദീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇംറുൽ ഖൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഈ ബൈത്ത്, ഈ മിക്കറിൻ മിഫറിൻ തുടങ്ങുന്ന ഈ ഒരു ബൈത്ത്. അതിന് അദ്ദേഹം ആ ബൈത്തിലൂടെ എന്താ പറയുക? യസിഫു ഫീഹി ഹിസ്വാനു, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിനെ വിശേഷിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന ഒരു ബൈത്താണിത്. ഇനി ഇത് അദ്ദേഹത്തിന് മുഅല്ലഖയിൽപ്പെട്ട, നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മുഅല്ലഖയിൽപ്പെട്ട ബൈത്താണ്. ഇനി ആ അദ്ദേഹത്തിന് മുഅല്ലഖിന്റെ തുടക്കം അങ്ങനെ ഖിഫാന ബികി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസ്ഖത്തുൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി എന്ന് തുടങ്ങുന്ന ഈ ഒരു മുഅല്ലഖയിലെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് മുഅല്ലഖ തുടങ്ങുന്നത്. അപ്പോൾ ആ മുഅല്ലഖയിൽപ്പെട്ട ഒരു ബൈത്താണ് ഈ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ മിക്കറിൻ മിഫറിൻ മുഖബിറൻ മുദ്ബിറൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു ബൈത്ത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രാ നോളജ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുഅല്ലഖയിൽ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ള ഖാഫിയ അത് ലാമിയയാണ്. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ബഹർ അത് തൊവീലാണ്. നമുക്കറിയാം അല്ലേ, ഒരു ബൈത്താകുമ്പോൾ അതിന് ഖാഫിയ ഉണ്ടാവാം, ആ ഒരു ഖാഫിയ ഫോളോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ബഹറും ഉണ്ടാകും. 16 ബഹറുകളാണല്ലോ അറബിയിലുള്ളത് അല്ലേ. അപ്പോൾ അതിൽ തൊവീൽ എന്ന ബഹറാണ് നമ്മുടെ ഇംറുൽ ഖൈസിൻ്റെ. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത് ലാമിയ, ഖാഫിയ ലാമിയ എന്ന് പറയുന്നത് എങ്ങനെ, ഇതിൻ്റെ അവസാനം കണ്ടു ഖിഫാന ബികി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസ്ഖത്തുൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഈ ഒരു ഹൗമലി എന്നുള്ള ഈ ഒരു വേർഡ്, ഇതാണ് നമ്മളിവിടെ ഖാഫിയ നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ നിന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഫഹൗമലി എന്നുള്ള ഇവിടുത്തെ ലാം ഉണ്ടോ, ഇത് അവസാനിച്ചിരിക്കുന്നത്
ലാം എന്ന അക്ഷരത്തിന് മേലാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹർഫുർ റവി എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ കാഫിയ എന്ന് പറയും. അപ്പോൾ ഇവിടെ ലാം കൊണ്ട് അവസാനിച്ചുകൊണ്ട് ഇതിൻ്റെ കാഫിയ എന്താണ്? ലാമിയയാണ്. പിന്നെ ഇതിൻ്റെ ബഹർ തൊവീലാണ്. ഓക്കെ, പിന്നെ നമുക്കിതാ ഇവിടെ നമുക്ക് ഓപ്ഷൻ വന്നിട്ടുള്ള സുഹൈർ നബി സുലൈമിൻ്റെ കാഫിയ എന്താണ്? മീമിയാണ് വരല്. പിന്നെ അതുപോലെ തന്നെ അംറുബിൻ കുൽസൂമിൻ്റെ നൂനിയാണ്. പിന്നെ അതുപോലെ തന്നെ മുത്തനബിൻ്റെ പിന്നെ അങ്ങനെ മുഅല്ലഖ് അല്ലാത്തതുകൊണ്ട് വ്യക്തമല്ല. പിന്നെ അപ്പോൾ സുഹൈർ നബി സുലൈമിൻ്റെ മീമിയാണ്, അംറുബിൻ കുൽസൂമിൻ്റെ നൂനിയാണ് കാഫിയ വരുന്നത്. നമ്മുടെ ഇമ്രുൽ ഖൈസിൻ്റെ ലാമിയാണ് മുഅല്ലഖ് വരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫത്തുഹുൽ മുഈൻ ഷറഹുൽ ലി കിതാബി. ഫത്തുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു കിതാബ് ആരുടെ ഏത് കിതാബിൻ്റെ ഷറഹാണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഇർഷാദുൽ ഇബാദ്, ഇഹ്കാമു അഹ്കാമി നിക്കാഹ്, അൽ അദ്കിയ, ഖുറത്തുൽ ഐൻ ബി മുഹിമ്മത്തിദ്ദീൻ എന്ന ഓപ്ഷനിലുണ്ട്. ഈ 4 ഓപ്ഷനുകളുള്ളത്. അപ്പോൾ ഇതിന് ആൻസർ എന്താ നോക്കാം. ഇവിടെ ഖുറത്തുൽ ഐൻ ബി മുഹിമ്മത്തിദ്ദീൻ എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ആൻസർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ നോക്കാം. ഈ ഒരു ഖുറത്തുൽ ഐൻ ബി മുഹിമ്മത്തിദ്ദീൻ എന്ന ഈ ഒരു കിതാബിന് ഷറഹായിട്ട് എഴുതിയതാണ് ഈ ഫത്തുഹുൽ മുഈൻ എന്ന പേരുള്ള കിതാബ്. അപ്പോൾ അത് രചിച്ചത് ആരാണ്? അത് രചിച്ചത് അഹ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരി അഷഹീർ ബി സൈനുദ്ദീൻ അൽ മഖ്ദൂം അസാനി. നമുക്ക് ഇതെല്ലാവർക്കും അറിയാം അല്ലേ, മഖ്ദൂം എന്നൊക്കെ പറയും. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അഹ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരി. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയാറുള്ള സൈനുദ്ദീൻ മഖ്ദൂം സാനി അല്ലെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ എന്നൊക്കെ അറിയപ്പെടുന്ന 987 ഹിജ്റയിൽ വഫാത്തായ അദ്ദേഹമാണ് ഈ ഫത്തുഹുൽ മുഈൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ അസ്സൽ കിതാബായ ഖുറത്തുൽ ഐൻ മുഹിബ്ബത്തിദ്ദീൻ എന്ന കിതാബൊക്കെ രചിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഈ കിതാബിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ മൗദൂ എന്താണ്? ഇത് കിതാബ് ഫിൽ ഫിഖ്ഹി ഷാഫിഈ ഫിഖ്ഹിലെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ മസ്അലകളും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഫത്തുഹുൽ മുഈനും അതുപോലെ തന്നെ ഖുറത്തുൽ ഐനും. ഈ ഫഹുവ യുദറസു ഫിൽ മലബാറിൽ, അതായത് നമ്മുടെ മലബാർ കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ദർസുകളിൽ അതുപോലെ കോളേജുകളിലൊക്കെ ഈ കിതാബ് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മസ്അലകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇന്നഹു മഷ്ഹൂറും ബൈന തൊലബത്തുൽ ഫിഖ്ഹി ഷാഫിഈ ഫി ബിലാദി മിസ്ർ വൽ യമൻ വൽ ഇന്തോനേഷ്യ വൽ മലേഷ്യ വ സിംഗപ്പൂർ. ഇത്തരം ഈ ഫിഖ്ഹി ഷാഫിഈ ഫിഖ്ഹ് ഫോളോ ചെയ്യുന്ന പല പ്രദേശങ്ങളിൽ മിസ്ർ, യമൻ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഇത്തരം പ്രദേശങ്ങളിലൊക്കെ എന്താക്കപ്പെടുന്നുണ്ട് ഈ ഒരു കിതാബ് ഈ ഫത്തുഹുൽ മുഈനും അതുപോലെ തന്നെ ഫത്തുഹുൽ മുഈൻ എന്ന ഈ ഗ്രന്ഥം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഫിഖ്ഹി ഷാഫിഈ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സാധനം മഷ്ഹൂറാണ്. അത് പല പ്രദേശങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ മമിൻ ഹവാഷിഹൽ മഷ്ഹൂർ. അപ്പോൾ ഈ കിതാബ് ഇതിൻ്റെ അസ്ല കിതാബാണ് ഖുറത്തുൽ ഐൻ മുഹിമ്മത്തിദ്ദീൻ എന്ന കിതാബ്. അതിന് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ എഴുതിയ ഷറഹാണ് ഫത്തുഹുൽ മുഈൻ എന്ന ഷറഹ്. ഇനി അതിന് ആ ഷറഹിന് പിന്നെയും ഷറഹ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹാഷിയ എന്ന് പറയുന്നത്. ആദ്യം അസ്ല കിതാബ് മത്തിനുണ്ടാവും, അതിന് ഷറഹ് ചെയ്യുന്നു, അതിന് ആ ഷറഹിനെ വീണ്ടും ഷറഹ് ചെയ്യുക, അതിനാണ് നമ്മൾ ഹാഷിയകൾ എന്ന് പറയുക. അതിൻ്റെ ഹാഷിയ എന്ന് പറയുക, ഹാഷിയ എന്ന് പറയും. അതിൻ്റെ ജമ്മാണ് ഹവാഷി എന്നുള്ളത്. ഹാഷിയൻ്റെ ജമ്മാണ് ഹവാഷി. അപ്പോൾ മീൻ ഹവാഷിഹൽ മഷ്ഹൂറ, ഇതിൻ്റെ മഷ്ഹൂറായ ഹാഷിയകളിൽ പെട്ടാണ് ഇആനത്തുൽ ത്വാലിബീൻ എന്ന കിതാബ്. അത് സയ്യിദുൽ ബക്കരി എന്ന അദ്ദേഹം എഴുതിയതാണ്. പിന്നെ അതുപോലെ തന്നെ തർശീഹുൽ മുസ്തഫീദീൻ, പിന്നെ അതുപോലെ തന്നെ ഇആനത്തുൽ മുസ്തഈൻ. ഈ ഒരു 3 ഷറഹ് ഹാഷിയകൾ ഈ ഫത്തുഹുൽ മുഈൻ എന്ന കിതാബിൻ്റെ പ്രധാനപ്പെട്ട ഹാഷിയകളാണ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറാണല്ലോ ഇതിൻ്റെ രചയിതാവ്, മഖ്ദൂം സാനി, സൈനുദ്ദീൻ മഖ്ദൂം സാനി അല്ല സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ചില വിവരണങ്ങൾ ഇതിൽ നമുക്ക് അഡീഷണലായി നൽകാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു ചില മുഅല്ലഫാത്താണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാറിൽ പുർത്തുഗാൽ. വളരെ പ്രസിദ്ധമായ കിതാബാണ്. പോർച്ചുഗൽ അവർ കേരളത്തിന് അധിനിവേശം നടത്താൻ വന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ, ആ സമയത്തുണ്ടായ സംഭവവികാസങ്ങൾ, അവരെ തുരത്താൻ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം എഴുതിയ പല ഗ്രന്ഥങ്ങൾ, പല തരത്തിലുള്ള വിവരങ്ങൾ, അതൊക്കെ ഉൾക്കൊണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാറിൽ പുർത്തുഗാൽ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇർഷാദുൽ ഇബാദ് ഇലാ സബീൽ റഷാദ് എന്ന കിതാബ്, ഇഹ്കാമു അഹ്കാമി നിക്കാഹ്, അൽ അജീബത്തുൽ അജീബ അനൽ അസ്ലത്തുൽ ഗരീബ എന്ന കിതാബ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു മുഅല്ലഫാത്തുകളിൽ പെട്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ബദിഉസ്സമാനിൽ ഹമദാനി മഷ്ഹൂറും ഫി ഫന്നി ഡാഷ്. ബദിഉസ്സമാനുൽ ഹമദാനി എന്നവർ ഏത് ഫന്നിലാണ് മഷ്ഹൂറായിട്ടുള്ളത് എന്നാണ് ചോദ്യം.
അദ്ദേഹം മഷ്ഹൂറായ ഫൻ ഏതാണ്? ഇവിടെ ഷിഅറുണ്ട്, നഹ്വുണ്ട്, ഫൽസഫുണ്ട്, മഖാമാത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ നോക്കാം. ഇതിൻ്റെ ഉത്തരം മഖാമാത്താണ്. അദ്ദേഹം ബദിഉസ്സമാൻ അൽ ഹമദാനി എന്ന അദ്ദേഹം പ്രസിദ്ധമായത് മഖാമാത്ത് എന്ന ഫന്നിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബദിഉസ്സമാൻ അൽ ഹമദാനി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അബുൽ ഫളിൽ അഹ്മദ് ബിൻ ഹുസൈൻ എന്നാണ്. അബുൽ ഫളിൽ അഹ്മദ് ബിൻ ഹുസൈൻ അൽ മഷ്ഹൂർ ബദിഉസ്സമാൻ അൽ ഹമദാനി 358 ഹിജ്റയിൽ ജനിച്ചു 398 ഹിജ്റയിൽ വഫാത്തായ ആയതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കുഞ്ഞത്താണ് അബുൽ ഫളിൽ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് ബിൻ ഹുസൈൻ. അദ്ദേഹം പ്രസിദ്ധമായത് ബദിഉസ്സമാൻ അൽ ഹമദാനി എന്ന പേരിലാണ്. ഹമദാനി എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരാണ്, അതിലേക്ക് നിസ്ബയാണ് ഹമദാൻ എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? വാദിഉ ഫന്നിൽ മഖാമാത്ത്. ഈ മഖാമാത്ത് എന്ന ഫന്നിലാണ് അദ്ദേഹം മഷ്ഹൂറായി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഈ മഖാമാത്ത് എന്ന ഫന്നിൻ്റെ വാദിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ അൽ മഖാമാത്തു. ഇനി മഖാമാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഖാമാത്ത് എന്ന് പറഞ്ഞാൽ ഹിക്കായാത്തുൻ ഖസീറത്തുൻ തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹ അലാ ഹാദിസത്തിൻ ലാ തസ്തഗ്രിഖു അക്സറ മിൻ മഖാമത്തിൻ ജൽസത്തിൻ വതൻതഹി ബിഅലത്തിൻ ഔ മുലിഹത്തിൻ. അതായത് മഖാമാത്ത് പറയുമ്പോൾ ചെറിയ ചെറിയ ഹിക്കായകളാണ്, ചെറിയ ചില സംഭവങ്ങളാണ്. അത് ഒരു സിറ്റിങ്ങിൽ ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, അതിനെ ഒരു ഹിക്കായായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ ഹിക്കായായിട്ട്, ചെറിയൊരു ഖിസ്സ ഖസീർ എന്നൊന്നും പറയുന്നത് പോലുള്ള ചെറിയൊരു ഹിക്കായായിട്ട് നമ്മൾ തഅബീർ ചെയ്യപ്പെടുന്ന. അതുപോലെ തന്നെ അത് അവസാനിക്കാൻ ബിഅലത്തിൻ ഔ മുലിഹത്തിൻ, എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം ആളുകൾക്ക് നൽകിക്കൊണ്ട്, ഒരു ഗുണപാഠം ആളുകൾക്ക് നൽകിക്കൊണ്ടുള്ള അങ്ങനെ അവസാനിക്കപ്പെടുന്ന ഒരു ഹിക്കായ ഖസീറ, അതിനെയാണ് മഖാമാത്ത് എന്ന് പറയുന്നത്. അതിന് ഈ മഖാമാത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ മഖാമാത്ത് അത് സംഭവിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് സംഭവിക്കുമ്പോൾ അവിടെ ഒരു റാവി ഉണ്ടാവാം, പിന്നെ അതുപോലെ ഒരു ബത്തറുണ്ടാവും. ഒരു റാവി അതുപോലെ തന്നെ ഒരു ബത്തറുണ്ടാവും. ഈ റാവി എന്ന് പറയുന്ന ആള് ഈ സംഭവം ഇത് റിപ്പോർട്ട് ചെയ്യാണ്, അവിടെ ഇങ്ങനെ സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് റാവി. എന്നാൽ ബത്തിൽ എന്നുള്ളത് ആ സംഭവത്തിൽ പങ്കുചേർന്ന് ആ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി തീർക്കുന്ന വ്യക്തിയാണ് ബത്തിൽ, ഇവിടുത്തെ ഹീറോ. റാവി എന്ന് പറയുമ്പോൾ ഈ സംഭവം ഹുവ തിൽക ശഖ്സിയത്തുല്ലതി തൻഖിലുൽ മജ്ലിസ വ തുഹദ്ദിസു അൻഹു, ആ ഒരു മജ്ലിസിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണ് റാവി എന്നുള്ളത്. എന്നാൽ ബത്തിൽ എന്ന് പറയുമ്പോൾ ഹുവ തിൽക ശഖ്സിയത്തുല്ലതി തദൂറു ഹൗലഹു മജ്രിയാത്തുൽ മഖാമാത്ത് വ തൻതഹി ബിൻതിസാരിഹി ദായിമൻ. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ ഈ ഒരു മഖാമാത്ത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഒരു ഹിക്കായ അല്ലെങ്കിൽ ഈ ഒരു ഹാദിസത്ത് നടക്കുന്നത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹമായിരിക്കും ഈ ഒരു സംഭവത്തിൽ വിജയിക്കുന്നത്. അദ്ദേഹമാണ് ഇവിടുത്തെ ഹീറോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം കൊണ്ടായിരിക്കും ഈ ഒരു മഖാമാത്ത് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അവസാനിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ, ആ വിജയത്തിലൂടെ അദ്ദേഹം സമൂഹത്തിന് ഒരു ഗുണപാഠവും നൽകുന്നുണ്ടാവും. അങ്ങനെയാണ് ഇത് അവസാനിക്കാറുള്ളത്. അപ്പോൾ നശഅ ഹാദൽ ഫന്നു ഫിൽ ഖർനി റാബിഉൽ ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ് ഈ ഫന്ന് നശ്അത്ത് ചെയ്തിട്ടുള്ളത്, ഈ ഫന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ളത്. അതായത് ഫി അവാസിദ് ദൗലത്തിൽ അബ്ബാസിയ കാലഘട്ടത്തിലാണല്ലേ. അബ്ബാസിയ കാലഘട്ടം ഹിജ്റ 132 മുതൽ അങ്ങോട്ട് അബ്ബാസിയ കാലഘട്ടമാണല്ലേ. ഹിജ്റ 132 വരെയാണ് അവിടെ ഉമവിയ ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് അബ്ബാസിയാണ്. അപ്പോൾ അബ്ബാസിയ കാലം ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ് ഈ ഫന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇഷ്തഹറ ഫി ഹാദൽ ഫന്നി അബുൽ ഖാസിം അൽ ഹരീരി, ഇബ്നു ദുറൈദ്, ഈ രണ്ട് വ്യക്തികളും മഖാമാത്ത് എന്ന ഫന്നിൽ വളരെ നല്ല സംഭാവനകൾ നൽകിയ ആളുകളാണ്. അപ്പോൾ ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ് ഇതിലെ പ്രധാന വാദി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അബുൽ ഖാസിം അൽ ഹരീരി എന്നവരും അതുപോലെ തന്നെ ഇബ്നു ദുറൈദ് എന്നവരൊക്കെ ഈ മഖാമാത്ത് എന്ന ഫന്നിൽ പ്രസിദ്ധമായ വ്യക്തികളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അൽ ഇത്നാബു ഫി ഇൽമിൽ ബലാഗ. ഇൽമുൽ ബലാഗയിലെ ഇത്നാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമുൽ ബലാഗ എന്ന് നമുക്കറിയാമായിരിക്കാം അല്ലേ. ഇൽമുൽ ബലാഗ എന്ന് പറയുമ്പോൾ 3 ഫന്ന് കൂടിയ ഒരു ഫന്നാണ് ഇൽമുൽ ബലാഗ എന്ന്. അതായത് ഇൽമുൽ മആനി, ഇൽമുൽ ബയാന്, ഇൽമുൽ ബദിയ, ഈ മൂന്ന് ഫന്നുകൾ കൂടിയ ഒരു ഫന്നാണ് ഇൽമുൽ ബലാഗ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ഇത്നാബ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഇത്നാബ് എന്നുള്ളത് ഇൽമുൽ ബലാഗയിലെ ഒരു ഇസ്തിലാഹാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അയ്യകൂനൽ മആനി ബിഖദറിൽ അൽഫാദ് സിയാദത്തുൽ ലഫ്ദിൽ മഅന ജംഉൽ മആനിൽ മുത്തകാസില തഹ്ത ലഫ്ദിൽ ഖലീൽ തദ്മീനുൽ കലാമി ശൈഇ മിനൽ ഖുർആനി വൽ ഹദീസ്. ഇതിൽ ഏതാണെന്നുള്ള അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അയ്യകൂനൽ മആനി ബിഖദറിൽ അൽഫാദ്, മഅനകളൊക്കെ ലഫ്ദിൻ്റെ ഖദറിനനുസരിച്ച് ഉണ്ടാക്കുക. എന്താണോ പറയുന്നത് ആ ഏത് ലഫ്ദുകളൊക്കെയാണ് ഉപയോഗപ്പെട്ടുള്ളത് ആ ലഫ്ദിലേക്ക് യഥാർത്ഥമാണ് അത് തന്നെയാണ് ആ ഒരു
സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി സിയാദത്തുൽ ലഫ്ദ് അൽ മഅന, അവിടെ ഉപയോഗിക്കപ്പെട്ടുള്ള ലഫ്ദിനേക്കാൾ അവിടെ സിയാദത്തുൽ ലഫ്ദ് അൽ മഅന, മഅനയേക്കാൾ ലഫ്ദ് അധികരിച്ചിട്ടുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കുറേ ലഫ്ദുകൾ കൂടി ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ ജംഉൽ മഅൽ മുത്തക്കാസിറ തഹ്ത ലഫ്ദുൽ ഖലീൽ, ഇനി മറ്റൊരു സാധനമാണ്, വളരെ കുറഞ്ഞ ലഫ്ദുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അത് വളരെ വലിയൊരു അർത്ഥത്തെ, ഒരു വിശാല അർത്ഥത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ. പിന്നെ മറ്റൊരു അർത്ഥമാണ് തഅ്ലീമുൽ കലാമി ശൈഉൻ മിനൽ ഖുർആൻ വൽ ഹദീസ്, നമ്മൾ പറയപ്പെടുന്ന ഈ ഒരു കവിതാശകലം അല്ലെങ്കിൽ ആ ഒരു ദ പീസ് ഓഫ് ലിറ്ററേച്ചർ, ആ ഒരു സാധനം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഒരു ഭാഗത്തിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതായത് ഖുർആനിൽ ഹദീസിൽ നിന്നോ കടമെടുത്ത ഏതെങ്കിലും ഒരു ഭാഗം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇങ്ങനൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ഇത്തുനാബ് കൊണ്ട് ഈ 4 ഏത് ഓപ്ഷനാണ്, ഏതാണ് ഇവിടെ ഇത്തുനാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമുക്കറിയാം സിയാദത്തുൽ ലഫ്ദി അലൽ മഅന, സിയാദത്തുൽ ലഫ്ദി അലൽ മഅന, മഅനയേക്കാൾ ലഫ്ദ് അധികരിക്കുക എന്നുള്ളതാണ് ഈ ഇത്തുനാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൽ ഇത്തുനാബ് സിയാദത്തുൽ ലഫ്ദി അലൽ മഅന ലി ഫായിദത്തിന്, വെറുതെ കുറേ മഅനകൾ വെറുതെ ചില ലഫ്ദുകൾ പറയലല്ല, അതിനെന്തെങ്കിലും ഫായിദ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം, ഹാഫിദു അല സ്വലാത്തി വസ്വലാത്തുൽ വുസ്ത, ഇവിടെ ഹാഫിദു അല സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിനെ മുറുകെ പിടിക്കുക, നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്. പിന്നെ അതിനുശേഷം വസ്വലാത്തുൽ വുസ്ത, സ്വലാത്തുൽ വുസ്തയും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോൾ ഇവിടെ ഹാഫിദു സ്വലാത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വ്യക്തമായി, മഅന വ്യക്തമായി. ഇവിടെ നിങ്ങൾ നിസ്കാരത്തിന് മുറുകെ പിടിക്കണം എന്നിവിടെ പറഞ്ഞ് മഅന വ്യക്തമായി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം പറയുന്നത് വസ്വലാത്തുൽ വുസ്ത, സ്വലാത്തുൽ വുസ്തയും നിങ്ങൾ നിസ്കരിക്കണം. അതായത് സ്വലാത്തുൽ വുസ്ത എന്നുള്ള വിവക്ഷ അത് അസ്വറാണ് അല്ലെങ്കിൽ സുബഹിയാണ് എന്നൊക്കെ അർത്ഥമുണ്ട്. സ്വലാത്തുൽ വുസ്ത എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ സുബഹിയാണ് അല്ലെങ്കിൽ അസ്വറാണ്, ഖിലാഫുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ നിസ്കരിക്കണം, പിന്നെ അസ്റും നിസ്കരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഇതിനെ അങ്ങനെ പറയാൻ കാരണം എന്താ, എന്തൊരു ഫായിദ നമ്മൾ പറഞ്ഞു, ഈ ഫായിദത്തിന് ഈ ഒരു ലഫ്ദാണ് ഇവിടെ കസറത്തായി വന്നിട്ടുള്ളത്, അവിടെ സിയാദത്തായി വന്നിട്ടുള്ളത് സ്വലാത്തുൽ വുസ്ത എന്നുള്ള ഈ ഒരു പാർട്ടാണ്, ഈ ഒരു പാർട്ട്. അപ്പോൾ ഇതിനവിടെ പറയാൻ കാരണം എന്താ, ദിക്റുൽ ഖാസി ബഅദൽ ആമി ലി തംബീഹ് അലാ ഫദ്ലുൽ ഖാസ്, ഇവിടെ ഈ ഒരു ഫായിദയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഫായിദ, ലി തംബീഹ് അലാ ഫദ്ലുൽ ഖാസ്. ഇവിടെ ആദ്യം മൊത്തത്തിൽ ഒരു ആമിനോടെ പറഞ്ഞു, എല്ലാ നിസ്കാരവും നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ അതാണ് ഇവിടെ ആമായിട്ടുള്ള സാധനം ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം സ്വലാത്തുൽ വുസ്ത, സ്വലാത്തുൽ വുസ്തയെ നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ അതിനെ പ്രത്യേകമായി ഊന്നി പറയുകയാണ്, പ്രത്യേകമായി ഊന്നി പറയുന്ന അങ്ങനെ ഒരു സംഗതി. അതെന്തിനാണ്, ലി തംബീഹ് അലാ ഫദ്ലുൽ ഖാസ്, ഇവിടെ ഈ സ്വലാത്തുൽ വുസ്തയുടെ പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ അതൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വലാത്തുൽ വുസ്ത എന്നുള്ളത് വീണ്ടും എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫായിദയാണ് ഇവിടെ ഈ ഒരു സ്വലാത്തുൽ വുസ്ത എന്ന് ആവർത്തിക്കലുണ്ട്, അല്ലെങ്കിൽ അതിനെ ആ ഒരു ലഫ്ദിനെ സിയാദത്തുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ മറ്റുള്ള പല ഓപ്ഷനുകളുണ്ട് അല്ലേ, അയ്യക്കൂനൽ മഅന ബി ഖദറിൽ അൽഫാദ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അയ്യക്കൂനൽ മഅനി ബി ഖദറിൽ അൽഫാദ് എന്ന് പറഞ്ഞാൽ മുസാവാത്താണ്. മുസാവാത്ത് എന്ന് പറയുമ്പോൾ എന്താണോ അയ്യക്കൂനൽ മഅനി ബി ഖദറിൽ അൽഫാദ്, ലഫ്ദിൻ്റെ ഖദറിനനുസരിച്ച് മഅന എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് അങ്ങനെ തന്നെ പറഞ്ഞു, അതിന് അത്ര തന്നെ അർത്ഥമുള്ളൂ. ഓക്കെ, പിന്നെ ജംഉൽ മഅൽ മുത്തക്കാസിറ തഹ്ത ലഫ്ദുൽ ഖലീൽ, വളരെ കുറഞ്ഞ ലഫ്ദുകളെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ മഅന വളരെ വിശാലമായ മഅനകളാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഈജാസ് എന്നുള്ളത്. പിന്നെ മറ്റൊന്നാണ് തദ്മീനുൽ കലാമി ശൈഅൻ മിനൽ ഖുർആനി വൽ ഹദീസ് അൽ ഇഖ്തിബാസ്, അതായത് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു കവിതകൾ കവിത അല്ലെങ്കിൽ എന്തായാലും നസറിൻ്റെ ഏതെങ്കിലും ഐറ്റത്തിൽ നമ്മൾ അതിൽ നമ്മളെന്താവുക, ഈ ഖുർആനോ ഹദീസിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട് അതിലുപയോഗിക്കുക. അപ്പോൾ ഇതിനാണ് ഇവിടെ ഇഖ്തിബാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള 3 ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായ ആൻസർ ഈ ഇത്തുനാബ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സിയാദത്തുൽ ലഫ്ദ് അലൽ മഅന എന്നുള്ള ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിന ശുഅറാഇൽ മുഖദ്റമീൻ, ശുഅറാഇൽ മുഖദ്റമീനിൽപ്പെട്ട ആള് ആരാണ് ഈ തന്നിട്ടുള്ളത്? തൊറഫ, അബു നുവാസ്, ഖൻസ, ബാറൂദി. നമുക്കറിയാമല്ലേ, നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തൊറഫ എന്നുള്ള ആ പേര്, തൊറഫ, അബു നുവാസ്, തൊറഫ എന്നുള്ളത് നമുക്കറിയാമല്ലേ, തൊറഫ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽപ്പെട്ട ആളാണ്. അബു നുവാസ് എന്നുള്ളത് അബ്ബാസിയാണ്. ഖൻസ എന്നുള്ളത് ഇസ്ലാമിലുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിലുണ്ട്. ബാറൂദി എന്നുള്ള ഇദ്ദേഹം അദബുൽ അസ്ലുൽ ഹദീസിൽപ്പെട്ട ഷായറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ വളരെ വ്യക്തമാണ്, ഖൻസ എന്നുള്ളതായിരിക്കും ഇവിടെ ഉത്തരം ഉണ്ടാകുക. കാരണം ഖൻസ ആണ് ഈ തന്നിട്ടുള്ളതിൽ മുഖദ്റമീങ്ങൾ. മുഖദ്റമ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കിവിടെ വ്യക്തമാക്കാം. അശ്ശുഅറാൽ മുഖദ്റമൂൻ, മുഖദ്റമൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖദ്റമൂൻ, ഖദ്റമ യുഖദ്റിമു മുഖദ്റം, ആ ഒരു അങ്ങനെയാണ് ഈ ഉദ്ദേശം വരുന്നത്. ഓക്കെ, ഖദ്റമ യുഖദ്റിമു ഖദ്റമത്തൻ, ആ ഒരു ബാബിൽ നിന്നാണ്, ഫഅലല എന്ന ആ ബാബിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അശ്ശുഅറാൽ മുഖദ്റമൂൻ ഹുമുല്ലദീന നളമു ശിഅറ ഫിൽ ജാഹിലിയത്തി സുമ്മ അസ്ലമു വളല്ലു യൽമുന ശിഅർ.
അതായത് ഇവർ ജാഹിലിയ കാലഘട്ടത്തിൽ അവരെന്താക്കിയിരുന്നു, കവിത രചിച്ചിരുന്നു. പിന്നെ അവർ മുസ്ലിമായി. പിന്നെ അവർ ഇസ്ലാമിലായിക്കൊണ്ട് തന്നെ വീണ്ടും കവിതകൾ രചിച്ചിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചു, വീണ്ടും അവർ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനത്തെ ആളുകൾക്കാണ്, അതായത് ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച് രണ്ട് കാലഘട്ടങ്ങളിലും കവിത എഴുതിയ ആളുകൾക്കാണ് ഷുറാൽ മുഹദ്റമൂൻ എന്ന് പറയപ്പെടുന്നത്. ഇനി അതേ പ്രസിദ്ധമായ ആളുകളാണ് കാബുൻ സുഹൈർ, പിന്നെ അതുപോലെ ഹൻസ, നമ്മളിപ്പോൾ പറഞ്ഞ ഹൻസ, പിന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഈ ഒരു നാല് പേര്, ഇവർ വളരെ പ്രസിദ്ധമായ ആളുകളാണ്, ഈ ഒരു 4-5 പേര്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള ഹൻസ എന്നാണല്ലേ നമുക്കിവിടെ റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഹൻസായിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഹൻസ തമാദർ ബിൻത് അംർ അസ്സുൽമിയ, തമാദർ ബിൻത് അംർ അസ്സുൽമിയ എന്നാണ് ഹൻസായിൻ്റെ യഥാർത്ഥ നാമം. ലുഖീബത്ത് ബിൽ ഹൻസ ലിഖസ്രി അൻഫിഹ വർത്തിഫാഇ അർനബതൈഹി. അപ്പോൾ ഈ തമാദർ ബിൻത് അംർ അസ്സുൽമിയ എന്ന ഷായിറത്താണ്, പെണ്ണാണ്. അപ്പോൾ അവരുടെ പേരാണ് തമാദർ ബിൻത് അംർ അസ്സുൽമിയ എന്നുള്ളത്. പിന്നെ അവർക്ക് അങ്ങനെ ലക്കബ് വെക്കാൻ കാരണം ലിഖസ്രി അൻഫിഹ വർത്തിഫാഇ അർനബതൈഹി, അതായത് മൂക്ക് ചെറുതായി, പിന്നെ അതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് ഉയർന്നു പോയി, അതായത് ഇതിൻ്റെ ഈ ഒരു 2 ഭാഗങ്ങൾ കുറച്ച് ഉയർന്നതാണ് എന്നൊരു കാരണത്താലാണ് ഹൻസ എന്ന് അവർക്ക് പേര് വെക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യമാണ്, നദ്വത്തുൽ ഉലമാഇ ബിലഖ്നൗ തസ്ദുറു മജല്ലത്തൻ അറബിയത്തൻ ഇസ്മുഹ. ഈ നദ്വത്തുൽ ഉലമ, ലഖ്നൗവിലുള്ള നദ്വത്തുൽ ഉലമ, അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന അറബിക് മാഗസിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സൗത്തുൽ ഉമ്മ, അൽ ബഅസുൽ ഇസ്ലാമി, അർ റൈഹാൻ, അൽ തളാമുൻ. ഈ ഒരു 4 ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ നോക്കാം. ഇതിന് ആൻസർ അൽ ബഅസുൽ ഇസ്ലാമി എന്നാണ്. നിലവിലും ഇപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അൽ ബഅസുൽ ഇസ്ലാമി എന്നതാണ് ഇതിൻ്റെ ആൻസർ. അതായത് ഈ ബഅസുൽ ഇസ്ലാമി നദ്വത്തുൽ ഉലമ ലഖ്നൗവിലെ നദ്വത്തുൽ ഉലമയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മജല്ലയാണ്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നദ്വത്തുൽ ഉലമ ഹിയ മുഅസ്സസത്തുൻ ഇസ്ലാമിയ്യത്തുൻ ഫി ലഖ്നൗ. നദ്വത്തുൽ ഉലമയെ പറ്റി പറയുകയാണെങ്കിൽ നദ്വത്തുൽ ഉലമ എന്നുള്ളത് ലഖ്നൗവിലെ ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ കീഴിൽ ഒരുപാട് മദ്രസകളും കാര്യങ്ങളൊക്കെ നടന്നു പോരുന്നുണ്ട്. നദ്വി എന്ന ബിരുദം കൊടുക്കുന്ന ആ ഒരു സ്ഥാപനം നദ്വത്തുൽ ഉലമ. അപ്പോൾ തഅസ്സസ ഫി സനദി 1892 ഈ നദ്വത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മുഅസ്സിസുഹ അഷേഖ് മുഹമ്മദ് അലി അൽ മോഞ്ചീരി, അല്ലെങ്കിൽ അൽ മോങ്കൈരി എന്നൊക്കെ പറയും. മോഗൈരി എന്ന് പറയാറുണ്ട്, മോഞ്ചീരി എന്ന് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ഈ നദ്വത്തുൽ ഉലമയെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരുപാട് സ്ഥാപകന്മാരുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരാൾ, ഇതിൻ്റെ മുഅസ്സിസായി അറിയപ്പെടുന്ന ആളാണ് ഇദ്ദേഹം. പിന്നെ അൽ ബഅസുൽ ഇസ്ലാമി, നമ്മുടെ ഈ പറഞ്ഞ മജല്ല അൽ ബഅസുൽ ഇസ്ലാമി സുദിറ അവലം ഫി ഷഹരി ഒക്ടോബർ 1985. അപ്പോൾ ഈ ബഅസുൽ ഇസ്ലാമി എന്ന ഈ ഒരു മജല്ല 1955 ആദ്യമായിട്ട് അതിനെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇനി ഈ ഈ ഒരു അൽ ബഅസുൽ ഇസ്ലാമി എന്ന ഈ മജല്ലയെ അതിനെ ഉണ്ടാക്കിയ ആളാരാ? അതിനെ അൻഷാഹുൽ ഉസ്താദ് മുഹമ്മദ് അൽ ഹുസൈനി അൻ നദ്വി, ഇദ്ദേഹമാണ് ഇതിനെ ഇൻഷാ ചെയ്തിട്ടുള്ളത്, ഈ ബഅസുൽ ഇസ്ലാമി എന്ന മജല്ലയെ. തുസ്ദറു മജല്ലത്ത അല്ലിയാ വർറാഇദ മിൻ നദ്വത്തുൽ ഉലമ. ഇനി നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അതുപോലെ തന്നെ നദ്വത്തുൽ ഉലമയിൽ നിന്ന് പുറത്തിറക്കപ്പെടുന്ന മറ്റു ചില 2 മാഗസിനുകളാണ്, അല്ലെങ്കിൽ 2 മജല്ലകളാണ് ലിയാ, അതുപോലെ റായിദ് എന്നിവകൾ. അപ്പോൾ ബഅസുൽ ഇസ്ലാമി എന്നുള്ളതാണ് നദ്വത്തുൽ ഉലമയിൽ നിന്ന് ഇറക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലിയാ എന്നതും റായിദ് എന്നുള്ളതും, റായിദ് ഇപ്പോഴും ഇറക്കപ്പെടുന്ന സാധനമാണ്. ലിയാ എന്നുള്ളതും റായിദ് എന്നുള്ളതും നദ്വത്തുൽ ഉലമയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മജല്ലകളാണ്. ഓക്കെ, അതിന് നമുക്കിവിടെ ഓപ്ഷനിലുണ്ടായിരുന്നില്ല. സൗത്തുൽ ഉമ്മ ഉണ്ടായിരുന്നു, അതുപോലെ റൈഹാൻ ഓപ്ഷനിലുണ്ടായിരുന്നു, തളാമുൻ ഓപ്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷനുകൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സൗത്തുൽ ഉമ്മ എന്നുള്ളത് തുസ്തർവിൻ ബനാറസിൽ നിന്നാണ് ഇത് ഇറങ്ങുന്നത്. പിന്നെ അൻഷഹു അദ്ദുക്തൂർ മുഖ്തദി ഹസൻ എന്ന വ്യക്തിയാണ് ഈ സൗത്തുൽ ഉമ്മ എന്ന ബനാറസിൽ നിന്ന് ഇറക്കപ്പെടുന്ന ഈ ഒരു മാഗസിന് ഇൻഷാ ചെയ്തിട്ടുള്ളത്. പിന്നെ റൈഹാൻ എന്നൊരു മാഗസിൻ, അത് സൂര്യയിൽ നിന്നാണ്. പിന്നെ തളാമുൻ, അത് ആലുവയിൽ നിന്ന് ഇറക്കപ്പെടുന്നതാണ്. തളാമുൻ എന്നുള്ളത്, തളാമുൻ 2-3 ഉണ്ട്. തളാമുൻ ആലുവയിൽ നിന്ന് ഇറക്കപ്പെടുന്ന, നമ്മുടെ കേരളത്തിലെ ആലുവയിൽ നിന്ന് ഇറക്കപ്പെടുന്ന ഒന്നുണ്ട്. അതുപോലെ തളാമുൽ ഇസ്ലാമി എന്ന് സൗദിയിൽ നിന്ന് ഇറക്കുന്ന ഒരു മാഗസിൻ ഉണ്ട്. പിന്നെ തളാമുൻ എന്ന് ലണ്ടനിൽ ഇറക്കിയിരുന്ന ഒരു മാഗസിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉദ്ദേശിച്ചത് തളാമുൻ ആലുവയിൽ ഇറക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാഗസിനാണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യമാണ് ആസിമത്ത് ജംഹൂരിയത്ത് മിസ്ർ. ജംഹൂരിയത്ത് മിസ്ർ, ദ റിപ്പബ്ലിക് ഓഫ് മിസ്ർ, അതിൻ്റെ തലസ്ഥാനം ഏതാണ്? കാഹിറ, ബഗ്ദാദ്, ഖുർത്തൂം, റിയാദ്. ഈ 4 ഓപ്ഷനുകളുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലേ, മിസ്ർ എന്ന് പറയുമ്പോൾ ഈജിപ്ത് അല്ലേ, ഈജിപ്ത്. അപ്പോൾ ഇതിൻ്റെ തലസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ കാഹിറ അതായത് കെയ്റോ, ബഗ്ദാദ്, ഖുർത്തൂം, റിയാദ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ മിസ്റിൻ്റെ അതായത് ഈജിപ്തിൻ്റെ തലസ്ഥാനം കാഹിറ, കെയ്റോ ആണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പിന്നെ ബഗ്ദാദ് എന്നുള്ള ഇറാഖിൻ്റെ തലസ്ഥാനമാണ്. ഖുർത്തൂം എന്നുള്ളത് സുഡാൻ്റെ തലസ്ഥാനം. റിയാദ് എന്നുള്ളത് സൗദിയുടെ തലസ്ഥാനം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അൽ ഫിഇലുല്ലദീ മാകാന വസ്തുഹു ഹർഫ ഇല്ലത്തിൻ. ഒരു ഫീല് അതിൻ്റെ നടുവിലെ അക്ഷരം, അതിൻ്റെ നടു, അതിന് സെൻട്രലുള്ളത് ഇല്ലത്തിൻ്റെ ഹർഫാണ്. ഇതിനെന്താണ് പറയുക എന്നുള്ളത്. മിസാൽ, അജ്വഫ്, നാഖിസ്, മഹ്മൂസ് എന്നീ 4 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ ആൻസർ എന്താ നോക്കാം. അജ്വഫ് എന്നുള്ളതാണ് ഉത്തരം. അതായത് അജ്വഫ് എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളു പൊള്ളയായത്, അതായത് ഇല്ലത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു രോഗം ബാധിച്ചത് എന്നാണ് ആ ഫീലിന് പറയുക. അപ്പോൾ നടുവിലെ അക്ഷരത്തിന് ഒരു രോഗം ബാധിച്ചാൽ അപ്പോൾ അതിൻ്റെ ഉള്ളു പൊള്ളയായിരിക്കും അല്ലേ. ബാക്കി 2 സൈഡും ഓക്കെയാണ്, പക്ഷെ നടു പൊള്ളയാണ്. അങ്ങനെ അർത്ഥത്തിനാണ് അജ്വഫ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാം ഈ ഫീലുകൾ മൊത്തത്തിൽ സ്വഹീഹ്, ഇല്ലത്തി എന്ന് രണ്ട് കാറ്റഗറിയിൽ തിരിക്കാറുണ്ട്. സ്വഹീഹായ ഫീല്, മുഅല്ലലായ ഫീൽ എന്നൊക്കെ പറയും. അപ്പോൾ സ്വഹീഹ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഇല്ലത്തുകളൊക്കെ ഒഴിവായ ഫീലിനാണ് സ്വഹീഹ് എന്ന് പറയാറുള്ളത്. പിന്നെ ഇവിടെ ഇല്ലത്ത് എന്ന് പറയുമ്പോൾ ഈ ഹുറൂഫുൽ ഇല്ലത്തുണ്ട്, അലിഫ്, വാവ്, യാ. ഏതെങ്കിലും ഒരു ഫീലിൽ അതിൻ്റെ ഇപ്പോൾ അസുലിയായിട്ട് മൂന്ന് ഹർഫുകളാണ് ഉണ്ടാവുക അല്ലേ. ഫഅല എന്ന് പറയുമ്പോൾ ഫ ഫീല്, ഐൻ ഫീല്, ലാം ഫീല് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം ഇതിൽ ഈ 3 അക്ഷരങ്ങളിൽ അസുലിയായ 3 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഈ പറയപ്പെട്ട അലിഫോ, വാവോ, യാ ആവുകയാണെങ്കിൽ അതിനാണ് മുഅല്ലലായ ഫീൽ, ഇല്ലത്തിൻ്റെ അൽ ഫീലുൽ മുഅല്ലൽ എന്നൊക്കെ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നോക്കാം. മിസാൽ എന്ന് പറഞ്ഞാൽ ഹുൽ ഫീലുല്ലദീ അവ്വലുഹു ഹർഫു ഇല്ലത്തിൻ. ആദ്യത്തെ ഒരു ഫീലിൻ്റെ തുടക്കത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫായതിനാണ് മിസാൽ എന്ന് പറയാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദാഹരണമായിട്ട് എന്ത് പറയാം, നമുക്ക് ഇങ്ങനെ വഅദ എന്നൊക്കെ പറയാം. അപ്പോൾ വഅദ എന്ന ഫീൽ ഉണ്ടല്ലോ, വഅദ, ഈ ഫീല് മിസാലിനുള്ള ഉദാഹരണം. ഇതിൻ്റെ ആദ്യത്തെ ഹർഫ് ഇതിൻ്റെ എന്താണ്, ഇല്ലത്തിൻ്റെ ഹർഫിൽപ്പെട്ട വാവാണ് ഇതിലായത്. അപ്പോൾ ഈ വഅദ എന്നുള്ളത് മിസാലിനുള്ള ഒരു ഉദാഹരണമാണ്. പിന്നെ ഇവിടെ അജ്വഫ് എന്നുള്ള അതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഹുവൽ ഫില്ലദീ വസ്തുഹു ഹർഫു ഇല്ലത്തിൻ, അതിൻ്റെ നടുവിൽ ഇല്ലത്തിൻ്റെ ഹർഫാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുവിലെ പാർട്ട് ഇല്ലത്തിൻ്റെ ഹർഫാണ് അല്ലേ. പിന്നെ അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കാല യഖൂലു, മാല യമീലു, ഖാഫ യഖാഫു. ഇവിടെ കാല എന്നുള്ളതിനുണ്ടാവും, ഇവിടെ ഉണ്ടാവും ഈ കാല എന്നുള്ളതിൻ്റെ അസല് ശരിക്ക് കവല എന്നാണ് ഉണ്ടാവുക, കവല. അപ്പോൾ ഈ കവലയുടെ ഈ നടുവിലെ ഹർഫ് ഇതാണ് ഇവിടെ ഇല്ലത്തിൻ്റെ വാവ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ മാല യമീലു എന്നുണ്ടാകും. അപ്പോൾ മാലൻ്റെ അതുപോലെ തന്നെ മാല എന്നതിൻ്റെ മയല എന്നുണ്ടാകുക, മയല. അപ്പോൾ അതും ഇവിടെ നടുവിലെ ഹർഫ് യാ ആണ്, അത് ഇല്ലത്ത്. പിന്നെ ഖാഫ യഖാഫു, അത് ഖവീഫ യഖ്വഫു എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 തന്നെയാണ് ഇതിന് ഉദാഹരണം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ വഅദ യഇദു, വസല യസ്റു, യസറ യൈസിറു എന്നുള്ളത് ഈ മിസാലിനുള്ള ഉദാഹരണം. വഅദ എന്നുള്ള ഈ ഒരു സാധനം, പിന്നെ വസലയിലെ വാവ്, പിന്നെ യസറയിലെ യാ, ഇത് മിസാലിനുള്ള ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇല്ലത്തിൻ്റെ ഹർഫിൽപ്പെട്ട അലിഫ്, വാവ്, യാ ഇതിലേതെങ്കിലും ഒരു സാധനം ഈ ഫീലുകളിൽ ഫാ ഫീലോ, ഐൻ ഫീലോ, ലാം ഫീലോ ഇതിലെവിടെയെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനെ എന്ത് പറയും, ഇല്ലത്തായ ഫീല് എന്ന് പറയും. പിന്നെ ഇനി മറ്റൊന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഹർഫ് പറഞ്ഞു, രണ്ടാമത്തെ ഹർഫ് അത് നടുവ് പറഞ്ഞു, ഇനി ലാസ്റ്റത്തെ ഹുവൽ ഫീലുല്ലദീ ആഖിറുഹു ഹർഫു ഇല്ലത്തിൻ, അതിനെന്താ പറയുക, നാഖിസ് എന്ന് പറയും. നാഖിസ് എന്ന് പറയുമ്പോൾ അവസാനത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ ഹർഫായാലും അതിനെ നാഖിസ് എന്ന് പറയാം. മിസ്ല ദഅ യദ്ഉ, റമാ യർമി, സഹാ യസ്ഹു എന്നുള്ളത്. അപ്പോൾ ഈ ദഅ യദ്ഉ എന്നുള്ളതിൻ്റെ അസ്ൽ എന്തേക്കും, ദഅവ എന്നേക്കും. ദഅ യദ്ഉ എന്നുള്ളതിൻ്റെ ദഅവ എന്നേക്കും ഇതിൻ്റെ. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം. പിന്നെ അതുപോലെ റമാ യർമി എന്നുള്ളതിൻ്റെയും റമയ എന്നേക്കും, റമയ എന്നേക്കും ഇതിൻ്റെ അസ്ലുണ്ടാകുക. പിന്നെ സഹായസു, സഹവ എന്നേക്കും. അപ്പോൾ ഇവിടേക്ക് അവസാനത്തെ കലിമത്ത്, അവസാനത്തെ ഹർഫ് ഇവിടെ ഇല്ലത്തിൻ്റെ ഹർഫാണ്, അതിനാണ് നാക്കിസ് എന്ന് പറയാറുള്ളത്. പിന്നെ മഹ്മൂസ് മറ്റൊരു സാധനമാണ്. നമ്മൾ ഇല്ലത്തിൻ്റെ എണ്ണത്തിൽ ചില സമയത്ത് കൂട്ടപ്പെടുമെങ്കിൽ ചിലപ്പോൾ സ്വഹീഹ്, മഹ്മൂസ്, ഇല്ലത്ത് അങ്ങനെ വേറെ തന്നെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇല്ലത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനമാണ്. ഹുവലദി കാന അഹദു ഹുറൂഫിഹി മിനൽ ഫാഇ അവിൽ ഐനി അവിൽ ലാമി ഹംസത്തൻ. അതായത് ഫാ ഫീലോ, ഐൻ ഫീലോ, ലാം ഫീലോ ഇതിലേതെങ്കിലും ഒരു സാധനം അതേതായിരിക്കും, ഹംസയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അലിഫ് വാവ് യാ ഇതിലേതിലായിരിക്കാം,
ഇപ്പോൾ ഈ മഹ്മൂസിൽ പറയപ്പെടുന്നത് ഹംസ ഒരു ഫീൽഡ് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ മഹ്മൂസ് എന്ന് പറയുന്നത്. അതായത് അമറ സഅല ഖറഅ. ഇവിടെ അമറ എന്നുള്ളത് തുടക്കത്തിൽ വന്നു അല്ലേ, അലിഫ്, അതായത് ഹംസ എന്നുള്ളത്. പിന്നെ സഅല എന്ന് പറയുമ്പോൾ ഇവിടെ നടുവിൽ വന്നു. പിന്നെ ഖറഅ നിലയിൽ ഇവിടെ ലാസ്റ്റ് വന്നു. അപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ ഈ 3 ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് ഹംസയാവുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, മഹ്മൂസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അൽ ഖാഫിയ തബ്ഹസു അൻഹാ ഫി ഫന്നി. അൽ ഖാഫിയ തുബ്ഹസു അൻഹാ ഫി ഫന്നി. ഖാഫിയ എന്നൊരു ഇസ്തിലാഹ് അതിനെ ഏത് ഫന്നിലാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുള്ളത് എന്ന ചോദ്യം. ഇൽമുൽ അറൂദ്, ഇൽമുൽ നഹ്വ്, ഇൽമുൽ ബലാഗ, ഇൽമുൽ ഫൽസഫ, ഈ 4 ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. ഇൽമുൽ അറൂദാണ് അതിൻ്റെ ഉത്തരം. അതായത് ഇൽമുൽ അറൂദ് എന്ന ഫന്നിലാണ് ഈ ഒരു ഖാഫിയ എന്ന ഈ ഒരു ടേം ഉപയോഗിക്കപ്പെടാറുള്ളത്. അപ്പോൾ ഇൽമുൽ അറൂദ് എന്നുള്ളത് എന്താണ് നോക്കാം. ഇൽമുൽ അറൂദ് എന്ന് പറയുമ്പോൾ ഇൽമുൻ യുറഫു ബിഹി സ്വഹീഹു ഔസാനി ശിഅരി വ ഫാസിദിഹ. ഇൽമുൽ അറൂദ് എന്ന് പറയുമ്പോൾ ഷിറിൻ്റെ ഒരുപാട് വസനുകൾ ഉണ്ടാവും. അതിലെ സ്വഹീഹ ഏതാണ്, ഫാസിദ് ഏതാണ് എന്നതിനൊക്കെ പറ്റിയൊക്കെ വ്യക്തമാക്കുന്ന, എന്നതിനൊക്കെ പറ്റിയൊക്കെ അറിയുന്ന ഒരു ഇൽമാണ്. ആ ഇൽമ പഠിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയും. അതിനാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. ഇൽമുൽ അറൂദിൻ്റെ വാദി ആരാണ്? ആ ഇൽമുൽ അറൂദിനെ ഉണ്ടാക്കിയ ആൾ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്ന വ്യക്തിയാണ്. ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്ന വ്യക്തിയാണ് ഇതിൻ്റെ വാദിയായി അറിയപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള സാധനം ഖാഫിയ എന്നാണല്ലേ. അപ്പോൾ ഖാഫിയയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നതല്ല. അൽ ബുഹൂർ ഷിഅരിയ അൽ അറബിയ സിത്തത്തു അഷർ. ആകെ അറബിയിലെ ഇൽമുൽ അറൂദിൽ കാര്യമായി പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ബുഹൂർ ഷിഅരിയ. അതായത് ഒരു ഷിഅർ രചിക്കുമ്പോൾ അതിന് പ്രത്യേകമായി ഫോളോ ചെയ്യേണ്ട ചില ബഹറുകളുണ്ടാകും. തൊവീൽ, അതുപോലെ തന്നെ കാമിൽ, റജിസ് എന്നൊക്കെ പറഞ്ഞ് പല ബഹറുകൾ, 16 ബഹറുകളുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിന് വദാഇൽ ഖലീൽ ഇബ്നു അഹ്മദ് ഇദ്ദേഹം തന്നെ, ഇതിൻ്റെ വാദി തന്നെ അതിനെ 16 എണ്ണം ഉള്ളത്. അതിലെ 15 എണ്ണവും കണ്ടെത്തിയത് നമ്മുടെ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്ന ഇതിൻ്റെ വാദി തന്നെയാണ്. പിന്നെ അൽ വസനുൽ അഖീർ അൽ മുത്തദാറക് എന്നൊരു വസനുണ്ട്, മുത്തദാറക് എന്നൊരു ബഹറുണ്ട്. അതിനെ അസുർ അലി തിൽമീദു അൽ അഖ്ഫഷ്, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അഖ്ഫഷ് എന്നവരാണ് ഈ ഒരു മുത്തദാറക് എന്ന വസന് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അൽ ഖാഫിയ എന്നുള്ളതാണല്ലേ. ഖാഫിയ അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഏത് ഫന്നിലാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഖാഫിയ എന്നാൽ എന്താണ്? അൽ ഖാഫിയത്തു ഹിയൽ മഖാത്തിഉ സൗത്തിയത്തു ലത്തി തകൂനു ഫി അവാഖിരി അബിയാത്തിൽ ഖസീദ. ഖസീദയുടെ ബൈത്തുകളിലെ അവസാനത്തെ ഭാഗം ഉണ്ടാവും. ആ അവസാനത്തെ ഭാഗം അതിനാണ് എന്ത് പറയുന്നത്, ഖാഫിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് ഖിഫാന ബിക്കി മിൻ ദിക്റ ഹബീബു മൻസിലി ബിസിഖത്തുൽ ലിവാ ബൈന ദഖൂലി ഫഹുമലി എന്നൊരു സാധനം ഉണ്ടല്ലേ. നമ്മുടെ ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖയിലെ അതിന് തുടക്കമാണ് ഖിഫാന ബിക്കി എന്നുള്ളത്. അപ്പോൾ ഇതിലെ ഈ അവസാനത്തെ ഭാഗം ഫഹുമലി എന്നുള്ളത്, ഈ ഒരു ഭാഗമാണ് ഇവിടെ ഖാഫിയയെ നിർണ്ണയിക്കാൻ നമ്മൾ നേരത്തെ മുമ്പ് പറയുന്നതായിരുന്നു ഫഹുമലി എന്നുള്ളത്. ഇവിടുത്തെ ഇതിൻ്റെ ഖാഫിയ ലാമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഹർഫുർ റവി, ഈ ഒരു അവസാനത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കവിതൻ്റെ ഈ ഒരു ബൈത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇതാണ് ഖാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഹർഫുർ റവി, എന്തിൻ്റെ മേലാണോ ഈ സാധനം അവസാനിക്കുന്നത് അതിന് ഹർഫുർ റവി എന്ന് പറയും. അതിനെ തന്നെ ചിലപ്പോൾ ഖാഫിയ എന്ന് പറയാറുണ്ട്. അതാണ് ഇവിടെ ഈ ഖാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മഅനൽ കയ്യിസ്, ഇവിടെ പറഞ്ഞിട്ടുള്ള കയ്യിസ് എന്നത് ഈ ഒരു ഹദീസാണ്. ഇതിലെ കയ്യിസ് എന്നതിൻ്റെ മഅന എന്താണ്? ജാഹില്, ആലിമ്, ആഖില്, അൽ കസൂൽ. ജാഹിൽ വിഡ്ഢി, ആലിം നല്ല അറിവുള്ള ആൾ, ആഖിൽ നല്ല ബുദ്ധിമാൻ, അൽ കസൂൽ മടിയൻ. ഇതിലേതാണ് ഇവിടെ ആൻസറായി വരുന്നത്. അപ്പോൾ ഇവിടെ ആഖിൽ എന്നുള്ളതാണ് ആൻസർ. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണല്ലേ, ഈ ഒരു ഹദീസ് അറിഞ്ഞിരിക്കാനുമാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തൻ്റെ നഫ്സിൻ്റെ പ്രയോറിറ്റീസിലേക്ക് മാറ്റി വെച്ചിട്ട് മരണശേഷമുള്ള മരണശേഷം അതായത് ആഖിറത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ എന്നൊരർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആക്കിലാണ് ഇവിടെ ഉത്തരമായി വരുന്നത് അല്ലേ. അപ്പോൾ ബുദ്ധിമാനാണ് അങ്ങനെ ചെയ്യാറുള്ളത്. തൻ്റെ നഫ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നഫ്സിനെ അടിമപ്പെടാതെ നമ്മുടെ ആഖിറത്തിലേക്കുള്ള സ്വരൂപിക്കുന്ന വ്യക്തിയാണ് ആക്കിൽ. അതിനാണ് കയ്യിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹദീസാണ് അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാണ് ഹദീസ്. അൽ കയ്യിസു
അയൽ ആക്കിൽ മുത്തബസ്സിർ. ഇതാണ് ഹദീസ്. ഇങ്ങനെ കയ്യിസു മൻ ദാന നഫ്സഹു വഅമലി മാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. ഇതാണ് ഈ ഹദീസിൻ്റെ കാമിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിനൊരു വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ കയ്യിസ് എന്ന് പറയുമ്പോൾ അൽ ആഖിലുൽ മുത്തബസ്സിറു ഫിൽ ഉമൂർ, നല്ല ബുദ്ധിമാനായ, നമ്മൾ ഓരോ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഉൾക്കാഴ്ചയുള്ള വ്യക്തി. അതാണ് ഇവിടെ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് അൽ ആജിസ് എന്നുള്ളതാണ്. ഇവിടെ കയ്യിസാണ് ഹദീസിൽ ഉപയോഗിച്ചുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റായി ഉപയോഗിച്ചിട്ടുള്ളത് അൽ ആജിസ് എന്നുള്ളതാണ്. അതിനർത്ഥം അൽ മുഖസ്സിറു ഫിൽ ഉമൂർ, ഈ കാര്യങ്ങളൊന്നും വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു വ്യക്തി. അദ്ദേഹത്തിന് അവൻ്റെ നഫ്സിൻ്റെ അതായത് ശരീരത്തെ ഫോളോ ചെയ്ത് അങ്ങനെ അള്ളാഹുവിൽ തമന്നിയായിട്ട് അള്ളാഹുവിനെ എനിക്ക് ഗുണം ചെയ്തു വരുമെന്നൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തി വരും എന്നൊരു തമന്നി, ആ ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഈ ആജിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹദീസിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അൽ കയ്യിസ് എന്നുള്ളതിൻ്റെ വിശദീകരണത്തിൽ കൊടുത്ത സാധനമാണ് ഷറഹുകളിലാണ് അൽ ആഖിൽ അൽ മുത്തബസ്സിർ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. കയ്യിസ് എന്നതിൻ്റെ മാന ഇവിടെ ആഖിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സുബ്ഹത്തുൽ മർജാൻ കതബഹ. സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്ന കിതാബ്, ആ കിതാബ് എഴുതിയത് ആരാണെന്നുള്ള ചോദ്യം. ഗുലാം അലി ആസാദ് അൽ ബൽഗറാമി, ഫദ്വ തൂക്കാൻ, ജോഹ അൽ ഹാരിസി, അബുൽ ഹസൻ അലി അന്നദവി. ഈ 4 ഓപ്ഷനുകളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ഇതിന് ആൻസറായി വരുന്നത് ഗുലാം അലി ആസാദ് അൽ ബൽഗറാമിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ മഷഹൂറായ കവിയാണ്. വളരെ ഒരു 1700 കാലഘട്ടങ്ങളിൽ ജീവിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കവി, ഒരു അറബിക്, അതുപോലെ തന്നെ ഉറുദു, ഫാരിസി ഇതുപോലുള്ള ഈ ഭാഷകളിലെല്ലാം കവിത എഴുതിയ ഒരു പ്രധാനപ്പെട്ട കവിയാണ് ഗുലാം അലി ആസാദ് അൽ ബൽഗറാമി എന്നവർ. പിന്നെ ഫദ്വ തൂക്കാൻ, ജോഹ അൽ ഹാരിസ്, അബുൽ ഹസൻ അലി അന്നദവീനൊക്കെ നമുക്ക് അറിയാമല്ലേ. ഫദ്വ തൂക്കാൻ ഇതുപോലെ തന്നെ ഫലസ്തീനി കവിയാണ്, അതുപോലെ തന്നെ കവയത്രിയാണ്. ജോഹ അൽ ഹാരിസി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. പിന്നെ അതുപോലെ തന്നെ അബുൽ ഹസൻ അലി അന്നദവി, ഇദ്ദേഹവും ഇന്ത്യയിലെ ഒരു നാസിറാണ്, അതായത് ഷായറല്ല നാസിർ, നസീറിൻ്റെ എണ്ണപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ സുബ്ഹത്തുൽ മർജാൻ എന്ന കിതാബ് എഴുതിയ ആള് നമ്മുടെ ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ്. സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ ഇതാണ് കിതാബിൻ്റെ ഫുൾ നെയിം. സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ ഇതാണ് കിതാബിൻ്റെ ഫുൾ നെയിം. കിതാബുൻ അല്ലഫഹു ഗുലാം അലി ആസാദ് അൽ ബൽഗറാമിയാണ് ഇതിന് എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ബൽഗറാമിൽ 1704 ജനിക്കുന്നത്. 1786 ഔറംഗാബാദ് എന്ന സ്ഥലത്താണ് അദ്ദേഹം വഫാത്താവുന്നത്. ഓക്കെ, പിന്നെ ലഹു യദുൻ തൂല ഫി ഷിഅർ അറബി, ഇതൊരു പ്രയോഗമാണ് അല്ലേ. യദുൻ തൂല, അദ്ദേഹത്തിന് വലിയ കൈയുണ്ട്, അതായത് നീണ്ട കൈയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന ഉദ്ദേശം. ഫി ഷിഅർ അറബിക് കവിതയിൽ അദ്ദേഹത്തിന് നല്ല പങ്കുണ്ട്. പിന്നെ ലുഖീബ ബി ഹസ്സാൻ അൽ ഹിന്ദ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഹസ്സാൻ അൽ ഹിന്ദ് എന്ന പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ അക്വാലിഹിൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കോട്ടാണ്, പല സ്ഥലങ്ങളും കാണപ്പെടുന്ന ഒരു കോട്ടാണ്. ഹാദിഹി ദുനിയ മസലുഹ കമസലി നഹരി ത്വാലൂത്ത് ഗുർഫത്തും മിൻഹു ഹലാലുൻ വസിയാദത്തു അലൈഹ ഹറാമുൻ എന്നൊരു കോട്ട്. അദ്ദേഹം പറയുന്നത് ഈ ദുനിയാവ് എന്നുള്ളത് അതിനെ ഉദാഹരിക്കുകയാണെങ്കിൽ അത് ത്വാലൂത്തിൻ്റെ നെഹ്റ് പോലെയാണ്. അതിലെ ഒരു ഗുർഫത്ത്, ഒരു ഇറുക്കു വെള്ളം, ഒരു കോരി വെള്ളം അത് ഹലാലാണ്. ആ ഒരു കോരിയേക്കാൾ അധികരിച്ചാൽ അത് ഹറാമായി പോകുമെന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു രാജാവ് ഒരു ഇമാറത്ത്, ഒരു നേതൃപട്ടം നൽകിയപ്പോൾ അദ്ദേഹം അത് വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഹാദിഹി ദുനിയ മസലുഹ കമസലി നഹരി ത്വാലൂത്ത് ഗുർഫത്തും മിൻഹു ഹലാലുൻ വസിയാദത്തു അലൈഹ ഹറാമുൻ എന്നീ ഒരു കോട്ട്. അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കിതാബാണ്. അദ്ദേഹം ഒരുപാട് കവിതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ ഒരുപാട് ഇന്ത്യയിൽ അതിനു മുമ്പ് ജീവിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ കാലം വരെ ജീവിച്ചിരുന്ന ഒരുപാട് മഷഹൂറായ ഉദബാക്കൾ, അവരുടെ ജീവചരിത്രമൊക്കെ പറയുന്ന ഒരു കിതാബാണ് സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്ന കിതാബ്. അദ്ദേഹത്തിൻ്റെ മറ്റു കിതാബുകളാണ് ലൗഉദ് ദറാറി ഫി ശർഹി സ്വഹീൽ ബുഖാരി. അവിടെ സ്വഹീൽ ബുഖാരി എന്ന ഈ ഒരു
നമ്മുടെ ഹദീസിൻ്റെ ഗ്രന്ഥമല്ലേ, അതിന് ഷറഹായിട്ട് അദ്ദേഹം എഴുതിയാണ് ലൗ ദറാറി എന്നുള്ളത്. പിന്നെ ഔജു സബാഫി മദഹിൽ മുസ്തഫ, ഇത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തിട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഇതൊരു കവിതയാണ്. പിന്നെ റൗദത്തുൽ ഔലിയ എന്ന മറ്റൊരു കിതാബ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു മുഅല്ലഫാത്തുകളിൽ പെട്ടതാണ്. പിന്നെ മറ്റൊരു ചോദ്യമാണ് മൽ മുറാദു ബി അയ്യാമുൽ അറബ്, അയ്യാമുൽ അറബ് എന്ന ആ പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സഖാഫത്തുഹും ഖബായിലുഹും ഹുറൂബുഹും അസ്വാഖുഹും, അവരുടെ സഖാഫ, അവരുടെ സഖാഫത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഖബായിലുകൾ, അവരുടെ സംസ്കാരത്തിനെയാണോ, അല്ലെങ്കിൽ ആ അറബികളുടെ കബീലകൾ, വ്യത്യസ്തമായ ഗോത്രങ്ങൾ, അവയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹുറൂബ് അവരുടെ യുദ്ധങ്ങളാണോ, അസ്വാഖുഹുൻ അവരുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അങ്ങാടികളാണോ, എന്താണ് ഇവിടെ അയ്യാമുൽ അറബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഹുറൂബുഹും, അവരുടെ യുദ്ധങ്ങളാണ് ഇവിടെ ഈ അയ്യാമുൽ അറബ് കൊണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ? മുസ്തലഹുൻ, ഈ അയ്യാമുൽ അറബ് എന്നത് മുസ്തലഹുൻ, അതൊരു ഇസ്തിലാഹാണ് അല്ലേ. യഖുസ്സു ബിൽ ഹുറൂബി വ അമലിയാത്തിൻ നഹ്ബി വസ്തിറാഅത്തി ബൈനൽ ഖബായിൽ അറബിയ ഫിൽ ജസീറത്തുൽ അറബിയ്യത്തി ഖബല അൽ ഇസ്ലാം. ഈ ഒരു അയ്യാമുൽ അറബി എന്നത് ഇതൊരു പ്രയോഗമാണ്, ഒരു മുസ്തലഹാണ്, ഒരു ടേമാണ് അല്ലേ. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബിൽ ഹുറൂബി വ അമലിയാത്തിൻ നഹ്ബി വസ്തിറാഅത്തി ബൈനൽ ഖബായിൽ അറബിയ ഫിൽ ജസീറത്തുൽ അറബിയ ഖബല ഇസ്ലാം. ഇസ്ലാമിന് മുമ്പ് ജസീറത്തുൽ അറബിയയിലുണ്ടായിരുന്ന, മിഡിൽ ഈസ്റ്റിലെ ഉണ്ടായിരുന്ന, ജസീറത്തുൽ അറബിയയിലുണ്ടായിരുന്ന അറബി കബീലകൾ, അറബി ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ, സംഘട്ടനങ്ങൾ, അതുപോലെ പിടിച്ചുപറികൾ, ഇതിനെല്ലാമാണ് ഈ ഒരു അയ്യാമുൽ അറബി എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അമിൻ അഷ്ഹുരിഹ, ഇനി അയ്യാമുൽ അറബ്, ആ ഒരു സമയത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് യുദ്ധങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട കുറേ യുദ്ധങ്ങൾ, നമുക്ക് ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല യുദ്ധങ്ങൾ നമുക്കറിയാം, ബദർ, ഉഹ്ദ്, ഖന്തക്ക് എന്നൊക്കെ പറഞ്ഞ പല യുദ്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ കബീലകൾ തമ്മിലുണ്ടായിരുന്ന ആ യുദ്ധങ്ങൾ, ചിലപ്പോൾ പല നിസ്സാരമായ കാര്യങ്ങളുണ്ടായിരിക്കും ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. അങ്ങനെ അത് വളരെ വലിയ ഒരു നീണ്ട കാലഘട്ടം, 40 വർഷം വരെയൊക്കെ നീണ്ടുനിന്ന യുദ്ധങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വളരെ നീണ്ടൊരു കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന അത്തരം യുദ്ധങ്ങൾ, കബീലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനെ അതിനെയൊക്കെ തുടർന്നുണ്ടാവുന്ന യുദ്ധങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് ഹർബുൽ ബസൂസ് എന്ന് പറയും. ഇത് ബക്കർ, തഗ്ലബ്, ഈ 2 ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന യുദ്ധമാണ്. ബക്കർ, തഗ്ലബ്, ഈ 2 ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു സംഘടനത്തിനെയാണ് ഹർബുൽ ബസൂസ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഹർബു ദാഹിസ് വൽ ഖബ്ര എന്ന ഈ ഒരു യുദ്ധം, ബൈനൽ അബ്സി വ ദുബിയാൻ, അബ്സ്, ദുബിയാൻ, ഈ 2 കബീലകൾ തമ്മിൽ നടന്ന യുദ്ധമാണ് ഹർബു ദാഹിസ് വൽ ഖബ്ര എന്നുള്ളത്. പിന്നെ ഹർബു ദീഖാർ ബൈനൽ അറബി വൽ ഫുറസ്, ഇത് അറബികളും പിന്നെ ഫാരിസി, ഫുറസ് എന്ന് പറയുമ്പോൾ ഫാരിസി, അതായത് പേർഷ്യക്കാരും, അറബികളും പേർഷ്യക്കാരും തമ്മിൽ നടന്ന യുദ്ധത്തിനാണ് അതിൻ്റെ പേരാണ് ഹർബു ദീഖാർ. പിന്നെ ഹർബുൽ ഫിജാർ എന്നൊരു യുദ്ധം, ഇത് ബൈന കിനാന വ കൈസ്, കിനാന എന്നൊരു ഗോത്രം, കൈസ് എന്ന മറ്റൊരു ഗോത്രം, ഇവർ തമ്മിൽ നടന്ന യുദ്ധത്തിനാണ് ഹർബുൽ ഫിജാർ എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ ഹർബുൽ ഫിജാറിനെ പറ്റി പറയുമ്പോൾ ഖാലു ഇന്നഹു അവ്വലു ഹർബിൻ ഷാറക ഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അതിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി വാളെന്നെടുത്തിട്ട് പോരാടിയിട്ടില്ല, റസൂലുള്ളാഹി അതിൽ പങ്കെടുത്തിരുന്നു, അത്രയുള്ള ഉദ്ദേശം, അല്ലാതെ പോരാടിയിട്ടൊന്നുമില്ല, ഓക്കെ എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ ഹർബുൽ ഫിജാറാണ് റസൂലുള്ളാഹി പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം. റസൂലുള്ളാഹിന്റെ 15ാമത്തെ വയസ്സിലൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഹർബുൽ ബസൂസ്, ഹർബു ദാഹിസ് വൽ ഖബ്ര, ഹർബു ദീഖാർ, ഹർബുൽ ഫിജാർ, ഈ ഒരു യുദ്ധങ്ങളൊക്കെയാണ് ആ സമയത്തുണ്ടായിരുന്ന ഈ അയ്യാമുൽ അറബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഈ ഒരു യുദ്ധം. ആ ഒരു യുദ്ധം എന്നതിനെ അനർത്ഥമാക്കുന്ന അതിലെ പ്രസിദ്ധമായ ചില യുദ്ധങ്ങളാണ് ഈ സംഗതിയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലൈസ മിൻ അനാസിറുൽ അദബ്, അദബിൻ്റെ അനാസിറുകളിൽ പെട്ടതല്ല എന്ത്? അപ്പോൾ അനാസിർ എന്ന് പറയുമ്പോൾ അദബിൻ്റെ കോമ്പണൻസ്, ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ, അതിൻ്റെ കോമ്പണൻസ്, ആ കോമ്പണൻസിൽ പെട്ടതല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണെന്നുള്ളത്. ഖിയാല്, ആറ്റിഫത്ത്, ഉസ്ലൂബ്, റസ്മ്, ഈ 3 സാധനം. ഖിയാല്, ആത്തിഫത്ത് ഇമേജിനേഷൻ, ആത്തിഫത്ത് എന്ന് പറയുമ്പോൾ ഇമോഷൻ, ഉസ്ലൂബ് എന്ന് പറയുമ്പോൾ സ്റ്റൈല്, റസ്മ് എന്ന് പറയുമ്പോൾ ചിത്രം, ഡ്രോ, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ഖിയാൽ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇമേജിനേഷൻസ് വേണം. പിന്നെ ആത്തിഫത്ത് എന്നുള്ളത് അത് നല്ല ഇമോഷൻ, ഈ ഒരു ലിറ്ററേച്ചർ എന്നുള്ള ഇമോഷനായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഉസ്ലൂബ് എന്ന് പറയുമ്പോൾ സ്റ്റൈല്, ഒരു സ്റ്റൈൽ ഉണ്ടാവും ഏതൊരു ലിറ്ററേച്ചറിനും. അത് ഫോളോ ചെയ്യപ്പെടുന്ന കവിതയാണെങ്കിൽ അതിനൊരു പ്രത്യേക ശൈലി ഉണ്ടാവാം, മറ്റേ നെസറാണെങ്കിൽ വേറൊരു ശൈലി ഉണ്ടാവാം, മക്കാമാത്താണെങ്കിൽ വേറൊരു ശൈലി ഉണ്ടാവാം, അങ്ങനെ ഓരോന്നിനും ഫോളോ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവും. അത്
പിന്നെ റസ്മ് ചിത്രം. അപ്പോൾ നമുക്ക് അനാസിറുൽ അദബിൽ പെട്ടതല്ലാത്തത് ഏതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കുമ്പോൾ റസ്മ് എന്നുള്ള ചിത്രം, ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളത് അത് അദബിന് അനാസിറിൽ പെട്ടതല്ല എന്നുള്ളത് വളരെ ബദീഹിയായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി അദബിൻ്റെ അനാസിർ ഏതൊക്കെ എന്ന് നോക്കാം. അനാസിറുൽ അദബി അർബഅത്ത്, 4 എണ്ണമാണ് അദബിൻ്റെ കോമ്പണൻസ് ഉള്ളത്. ഓക്കെ, ഇതിൽ ആത്തിഫത്ത്, മഅന, ഉസ്ലൂബ്, ഖിയാൽ, ഈ 3 നമുക്കിവിടെ തന്നതാണ്. ഈ ഒരു മഅന എന്നുള്ളതാണ് ഇവിടെ എക്സ്ട്രാ ഉള്ളത്. ആകെ 4 ഇത് ആത്തിഫത്ത്, മഅന, ഉസ്ലൂബ്, ഖിയാൽ, ഈ 4 സാധനങ്ങളാണ് നമുക്കിവിടെ അദബിൻ്റെ അനാസിറായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഈ റസ്മി എന്നാണ് ഇവിടെ അതിൻ്റെ അനാസിറല്ലാത്തത്. ഓക്കെ, ബാക്കിയുള്ള ഈ 3 അതിൻ്റെ ഓപ്ഷനുകളിൽ ഉൾപ്പെട്ട ബാക്കി 3 അതിൽ പെട്ടതാണ്. ഈ മഅന എന്നുള്ള ഒന്നാണ് പിന്നെ എക്സ്ട്രാ എന്നുള്ളത്. ഓക്കെ, പിന്നെ കിതാബു തഹ്രീൽ അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി ശൈത്വാൻ, അല്ലെങ്കിൽ അബദത്തി സ്വൽബാൻ എന്നും പറയാറുണ്ട് കേട്ടോ. അബദത്തി സ്വൽബാൻ എന്നും പലയിടത്തും കാണാറുണ്ട്. അപ്പോൾ മുഅല്ലിഫുഹു, ഇതിൻ്റെ രചയിതാവ് ആരാണെന്ന്. അപ്പോൾ കിതാബ് തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സ്വൽബാൻ അല്ലെങ്കിൽ അബദത്തി ശൈത്വാൻ, ഈ കിതാബിൻ്റെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഷെയ്ഖ് സയ്യിദുൽ മഖ്ദൂമുൽ കബീർ, ദുക്തൂർ മുഹീദ്ദീൻ ആലുവായ്, അബുൽ ഹസൻ അലി നദ്വി, ഷെയ്ഖ് സയ്യിദുൽ മഖ്ദൂം സഗീർ. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന 2 ഓപ്ഷനാണ് ഈ സയ്യിദുൽ മഖ്ദൂം സഗീർ, സയ്യിദുൽ മഖ്ദൂമുൽ കബീർ. ഇവർ രണ്ടുപേരെയും വളരെ വ്യക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കണം, എന്നാലേ വ്യക്തമാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കിതാബുകളും ഇവരുടെ ജനനം, മരണം, ബാക്കിയുള്ള ജീവിത വിഷയങ്ങളെല്ലാം ചിലപ്പോൾ അങ്ങോട്ടും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സഗീറിനും കബീറും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ നോക്കാം. ഷെയ്ഖ് സയ്യിദുൽ മഖ്ദൂമുൽ കബീറാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ സയ്യിദുൽ മഖ്ദൂം സഗീറിൻ്റെ ഫത്തുൽ മുഈൻ എന്ന കിതാബിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സ്വൽബാൻ അല്ലെങ്കിൽ അബദത്തി ശൈത്വാൻ എന്ന കിതാബ് ഇതിൻ്റെ രചയിതാവ് സയ്യിദുൽ മഖ്ദൂം അൽ കബീറാണ്, വലിയ അല്ലെങ്കിൽ സയ്യിദുൽ മഖ്ദൂം അൽ അവൽ എന്നും പറയപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ രചയിതാവ്. ഈ കിതാബിൻ്റെ പ്രത്യേകത എന്താ, ഹാദിഹി ഖസീദത്തുൻ, ഇതൊരു ഖസീദയാണ്. ഈ തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി ശൈത്വാൻ എന്ന ഈ ഒരു കിതാബ്, ഇത് ഹാദിഹി ഖസീദത്തുൻ, ഇതൊരു ഖസീദയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി അൽ മഅറൂഫ് ബി സൈനുദ്ദീൻ അൽ മഖ്ദൂമുൽ കബീർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഖസീദയാണ് ഈ കിതാബ്. പിന്നെ ഇതിൻ്റെ ഇതിവൃത്തം എന്താ, ഇതെന്തിനെ പറ്റിയാണ് രചിച്ചിട്ടുള്ളത്. ഫി മുഖാവമത്തുൽ ഇസ്തിഅ്മാറിൽ പുർത്തുഗാലി, അതായത് പോർച്ചുഗൽ അധിനിവേശം, പോർച്ചുഗൽ കോളനൈസേഷൻ, അതിനെ ചെറുത്തുനിൽപ്പ്. മുഖാമത്ത് എന്ന് പറയുമ്പോൾ ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പിൻ്റെ ആവശ്യാർത്ഥം രചിച്ച ഖസീദയാണിത്. തഹ്രീദുൽ മുസ്ലിമീന അലൽ ജിഹാദി ദിദ്ദൽ പുർത്തുഗാലിൻ വസ്തിഅ്മാരിഹിം, അങ്ങനെ മുസ്ലിമീങ്ങളെ ഈ പോർച്ചുഗീസുകാർക്കെതിരെ, അവരുടെ ഈ കോളനൈസേഷനെതിരെ, അവരുടെ ആധിപത്യത്തിനെതിരെ മുസ്ലിമീങ്ങളെ തഹ്രീദ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങളെ മറ്റ് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു വിഷയത്തിനാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അദ്ദേഹം വലുത് ഫി കോഷിൻ, അദ്ദേഹം കോഷിൻ എന്ന് പറയുമ്പോൾ കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1467 കൊച്ചിയിൽ ജനിച്ചു. മീലാദിയാണ്, ഹിജ്രിയല്ല. 1467 മീലാദിയിലാണ് അദ്ദേഹം കൊച്ചിയിൽ ജനിച്ചു. പിന്നെ സുമന്തകലമാഹി ഷെയ്ഖ് ഇബ്രാഹിം എന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ സഹോദരൻ, അവരുടെ കൂടെ എങ്ങോട്ട് പൊന്നാനിയിലേക്ക് പോയി. എന്തമാ തവല്ല മുനിസിപ്പൽ ഖളായ ഫിഹ വനശഅ ഫി ആയത്തി, അങ്ങനെ ഈ ഷെയ്ഖ് ഇബ്രാഹിം എന്നവർ പൊന്നാനിയിൽ അവിടുത്തെ ഖാദിയായ സ്ഥാനം ഏറ്റെടുത്ത സമയത്താണ് ഇവർ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് ഇവർ വളർന്നു. പിന്നെ ഹാദിഹിൽ ഖസീദത്തു തഹ്തവി അലാ 135 ബൈത്തൻ, 135, അതായത് 135 ബൈത്താണ് ഇതിലുള്ളത്. 135 ബൈത്താണ് ഈ ഖസീദയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു മുഅല്ലഫാത്തുകളാണ് ഹിദായത്തുൽ അദ്കിയ, മുർഷിദത്തുൽ തുല്ലാബ് ഇലാ കരീമുൽ വഹാബ്, മസാലികുൽ അത്ഖിയ എന്ന ഈ കിതാബുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കിതാബുകളാണ്. ഹിദായത്തുൽ അദ്കിയ എന്നുള്ള ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ തസവുഫിലെ ഒരു ഗ്രന്ഥമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ എന്നുള്ളത്. പിന്നെ മുർഷിദത്തുൽ തുല്ലാബ് ഇലാ കരീമുൽ വഹാബ്, മസാലികുൽ അത്ഖിയ തുടർന്ന കിതാബുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കിതാബുകളിൽ പെട്ടതാണ്. ഓക്കെ.
തുർഫഉൽ അഫ്ആലുൽ ഖംസ, അഫ്ആലുൽ ഖംസ റഫ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റഫ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ അഫ്ആലുൽ ഖംസ എങ്ങനെയാണ് റഫ് ചെയ്യപ്പെടുന്നത് ചോദ്യം. ബി ഹദ്ഫിൻ നൂനി, ബി സുബൂത്തിൻ നൂനി, ബി റഫി ഹർഫിൽ മുദാറഅത്തി, ബി ഹദ്ഫി ഹർഫിൽ മുദാറഅത്തി. ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഹദ്ഫിൻ നൂന് നമുക്കിവിടെ അഫ്ആലുൽ ഖംസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ. അഫ്ആലുൽ ഖംസ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സർഫാക്കുന്നത് നമുക്ക് എഫ് അലാനി, തഫ് അലാനി, എഫ് അലൂന, തഫ് അലൂന, ഇങ്ങനെ ഈ ഒരു നൂന് വരുന്ന ആ ഒരു സാധനം. നമുക്കിവിടെ അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത് നമുക്ക് അഫ്ആലുൽ ഖംസ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അംസലത്തുൽ ഖംസ എന്നും ഇതിനെ പറയപ്പെടാറുണ്ട് അല്ലേ. ഈ കുല്ലു ഫീലിൽ മുദാരിഇൻ, എല്ലാ മുദാരിയ ഫീലുകളും ഇത്തസലത്ത് ബിഹി അലിഫുൽ ഇസ്നൈനി ഔ വാവുൽ ജമാഅത്തി ഔ യാഉൽ മുഖാത്തബ. അലിഫുൽ ഇസ്നൈൻ തസ്നിയൻ്റെ അലിഫ്. ഇപ്പോൾ നമ്മൾ എഫ് അലു എന്നുള്ള സാധനം ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ എഫ് അലു, അതിൻ്റെ എഫ് അലാനി എന്നത് ഇവിടെ എഫ് അലാനി, ഇവിടുത്തെ ഈ ഒരു അലിഫ് ഉണ്ടല്ലോ, അതാണ് അലിഫുൽ ഇസ്നൈനി. തഫ് അലാനി ഇതും അലിഫുൽ ഇസ്നൈനിയാണ്. പിന്നെ എഫ് അലൂന വാവുൽ ജമാഅത്താണ്, തഫ് അലൂന ഇതും വാവുൽ ജമാഅത്താണ്, തഫ് അലീന ഇത് യാഉൽ മുഖാത്തബത്ത്. ഈ ഒരു 3 കണ്ടൻസ് അലിഫുൽ ഇസ്നൈന്, വാവുൽ ജമാഅത്ത്, യാഉൽ മുഖാത്തബത്ത്, ഈ 3 ഉൾക്കൊള്ളുന്ന ഫീലുകളെയാണ് എന്ത് പറയുന്നത്? അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് എഫ് അലാനി, തഫ് അലാനി, എഫ് അലൂന, തഫ് അലൂന, തഫ് അലീന, ഈ ഒരു വസനിൽ ഏത് ഫീൽ വരുമ്പോഴും അതിനൊക്കെ അഫ്ആലുൽ ഖംസ എന്ന ഈ ഒരു കാറ്റഗറിയിൽ അവയൊക്കെ വരും. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, ഇത്തരത്തിലുള്ള ഈ ഫീലുകൾ എങ്ങനെയാണ് റഫ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ റഫ് എങ്ങനെയായിരിക്കും? അപ്പോൾ മൊത്തത്തിൽ ഫീലുകളുടെ ഇറാബുകൾ റഫ്, അതുപോലെ തന്നെ ജസ്മ്, നെസ്ബ്, ആകെ ഈ 3 ഇറാബുകളാണ് ഒരു ഫീലിനുണ്ടാകുക അല്ലേ. റഫ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ നെസ്ബ്, പിന്നെ ജസ്മ്, ഈ സുക്കൂന്, ഇതാണല്ലേ. ഈ 3 ഇറാബുകളാണ് ഒരു ഫീലിനുണ്ടാകുക അല്ലേ. അത് ഇസ്മാകുമ്പോൾ നമുക്കതിൽ കസ്ർ, ഈ ഒരു സാധനം ഉണ്ടാവും, ഈ കസ്ർ എന്നുള്ള സാധനം ഉണ്ടാവും, അതായത് ജെറ് എന്ന്. പക്ഷേ ഫീലുകളാകുമ്പോൾ ഫീലുകളോട് പ്രത്യേകമാവുന്നത് അലിഫ്, അതുപോലെ തന്നെ ലമ്മ്, ഈ ജസ്മ്, അതായത് നമ്മൾ പറയുന്നതാണ് നെസ്ബ്, റഫ്, ജസ്മ് എന്ന് പറയും. അപ്പോൾ ഈ അഫ്ആലുൽ ഖംസ എങ്ങനെയാണ് റഫ് ചെയ്യപ്പെടുക എന്നുള്ള ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ബി സുബൂത്തുൻ നൂനി എന്നുള്ളതാണ്. ഇവിടെ നൂനിനെ സ്ഥിരപ്പെടുത്തുക, അതായത് ഇവിടെ ഈ എഫ് അലാനി, തഫ് അലാനി, എഫ് അലൂന, തഫ് അലൂന, ഇവിടേക്കുള്ള ഈ നൂനുണ്ടല്ലോ, ഇവകളെ ഇതുപോലെ തന്നെ നിലനിർത്തലുകൊണ്ടാണ് ഇവിടെ ഈ റഫ് സംഭവിക്കുന്നത്. ഇതിൻ്റെ റഫ് ഇവിടെ സ്ഥിരപ്പെടുന്നത് അങ്ങനെയാണ്. അത് മിമ്മ യുറബ് ബിൽ അലാമാത്തിൽ ഫറഇയ്യ. ഈ അഫ്ആലുൽ ഖംസ എന്നുള്ളത് ഈ 5 ഫീലുകൾ, ഈ 5 ഫീലുകൾ ഇത് അലാമാത്തുൽ ഫറഇയ്യയിൽ പെട്ടതാണ്. അതായത് അലാമാത്തുൽ ഫറഇയ്യ എന്ന് പറയുമ്പോൾ ശരിക്കും അലാമാത്തുൽ അസ്ലിയ ഉണ്ട്. അലിഫ് കൊണ്ട് നെസ്ബ്, അതുപോലെ തന്നെ ലൊമ്മ കൊണ്ട് റഫ്, അതുപോലെ തന്നെ സുക്കൂന് കൊണ്ട് ജസ്മ്, അതുപോലെ തന്നെ കസ്ര കൊണ്ട് ജെറ്, ഇവകളാണ് അസ്ലിയായ അലാമത്തുകൾ. പക്ഷേ ഇവിടെ ഈ അഫ്ആലുൽ ഖംസയിലൊക്കെ വരുന്നത് ഫുറൂഇയായ അലാമത്തുകളാണ്. ഓക്കെ, അതായത് ഇവിടുത്തെ ഈ റഫ് കിട്ടുന്നതും നെസ്ബ് കിട്ടുന്നതും ജെറ് കിട്ടുന്നതും ജസ്മ് കിട്ടുന്നതൊന്നും ഇങ്ങനത്തെ ഇതിൻ്റെ യഥാർത്ഥ ഫതഹ്, കസ്ർ, ലൊമ്മ് ഇവകൾ കൊണ്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ അഫ്ആലുൽ ഖംസ എന്നതിന് പേര് പറയുന്നത്. അതാണ് ഇവിടെ അലാമത്തുൽ ഫറഇയ്യ എന്നതിന് പേര് പറയപ്പെടാൻ കാരണം. അപ്പോൾ ഇവകൾ തുർഫഉ ബി സുബൂത്തിൻ നൂനി, ഇവകൾ നൂനിനെ സ്ഥിരപ്പെടുത്തുക. അതായത് ഹുമാ യത്റുഖാനി അലൽ ഹദീദി ബി ഖുവ്വത്തിൻ, ഇവിടെ ഉണ്ടോ ഹുമാ യത്റുഖാനി, ഇവിടെ യത്റുഖാനി എന്നുള്ളത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ അഫ്ആലുൽ ഖംസ. അവ രണ്ടുപേരും യത്റുഖാനി അലൽ ഹദീദി ബി ഖുവ്വത്തിൻ, അവർ രണ്ടുപേരും ഇരുമ്പിൻ്റെ മേൽ വളരെ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യത്റുഖാനി അവർ രണ്ടുപേരും അടിക്കുന്നു. ഇവിടെ റഫ് ആണ് അല്ലേ, ഇവിടെ റഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഫീലിൻ്റെ ഇതിൻ്റെ ഈ മുദാറഅത്ത്, ഈ ഫീൽ മുദാരി ഇത് മർഫു ആണ്, ഈ ഫീൽ മുദാരി മർഫു ആണ്. ഇനി അത് ഇവിടെ റഫ് ആണെന്നതിൻ്റെ അടയാളം എന്താ? ഈ യത്റുഖാനി എന്നുള്ള ഈ നൂന് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അടയാളം. ഓക്കെ, യത്റുഖാനി എന്നുള്ള ഈ നൂന് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ആ നൂനിനെ സ്ഥിരപ്പെടുത്തി, അങ്ങനെയാണ് അതിൻ്റെ റഫിൻ്റെ അടയാളമായി വരുന്നതാണ്. ഇനി തുൻസബു തുജ്സമു ബി ഹദ്ഫിൻ നൂനി, ഈ അഫ്ആലുൽ ഖംസയുടെ റഫ് ഈ നൂനിനെ സ്ഥിരപ്പെടുത്തലാണ്. അതായത് ഇതിൻ്റെ എല്ലാ സംഗതിയും നടക്കുന്നത് ഈ നൂനുമ്മലാണ്. ഈ നൂനിനെ സ്ഥിരപ്പെടുത്തുമ്പോൾ അതിന് റഫ് കിട്ടും. നൂനിനെ സ്ഥിരപ്പെടുത്തലുകൊണ്ടാണ് റഫ് ഉള്ളത്. പിന്നെ നൂനിനെ കളയുക, ഇതുകൊണ്ടാണ് റഫും ജസ്മും സംഭവിക്കാറുള്ളത്. തുൻസബു തുജ്സമു ബി ഹദ്ഫിൻ നൂനി, നൂനിനെ കളയുമ്പോഴാണ് റഫും നെസ്ബും നെസ്ബും ജസ്മും സംഭവിക്കാറുള്ളത്. ഒരു ഉദാഹരണം നോക്കാം. യസുറുനി അൻ തഅ്തിയാ ഗദൻ, യസുറുനി അൻ തഅ്തിയാ ഗദൻ, ഇവിടെ കണ്ടോ, ഇവിടെ യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അൻ തഅ്തിയാ ഗദൻ, നിങ്ങൾ രണ്ടുപേരും നാളെ വരൽ എന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാണ്.
അപ്പോൾ ഇവിടെ തഅ്തിയ എന്നുണ്ട്. അപ്പോൾ തഅ്തിയ എന്നുള്ളത് ഇവിടെ ശരിക്കും തഅ്തിയാനി എന്നുണ്ടാവും. തഅ്തിയാനി നിങ്ങൾ രണ്ടുപേരും വരൽ. അപ്പോൾ പക്ഷെ ഇവിടുത്തെ തഅ്തിയ എന്നുള്ളത് തഅ്തിയ എന്നുള്ളത് ആ നൂനിനെ ഇവിടെ കളയപ്പെട്ടേക്കാണ്. കാരണം എന്താ? ബിദുഖൂലി അൻ നാസിബ. കാരണം ഇവിടെ അൻ നാസിബായ അന്ന് ഇവിടെ പ്രവേശിച്ച്. ഈ അന്ന് എന്നുള്ളത് അൻ ലൻ കൈ ഇതൻ ഈ സാധനങ്ങളൊക്കെ ഒരു മുദാരിയായ ഫീലിൽ നെസ്ബ് ചെയ്യുന്ന സാധനങ്ങളാണ്. നെസ്ബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ തഅ്തിയാനി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അതിൻ്റെ മുഫ്രദ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? തഅ്തിയ എന്നേക്കും അല്ലേ. തഅ്തി എന്നുള്ളത് തഅ്തിയ എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ നെസ്ബ് ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്ക് ഫത്തഹത്ത് കൊണ്ടാണ് നെസ്ബ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ തഅ്തിയ എന്ന ഈ അഫ്ആൽ ഖംസയിലേക്ക് വരുമ്പോൾ തഅ്തിയാനി എന്നുള്ളതിലുള്ള ആ നൂനിനെ കളയപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ ആ നെസ്ബ് കിട്ടിയിട്ടുള്ളത്. ഈ മറ്റൊരു ഉദാഹരണം നോക്കുമ്പോൾ ഹും ലം യതഅഖറു അൻ മൗഇദിഹിം. അവർ അവരുടെ ടൈമിങ് തെറ്റിച്ചിട്ടില്ല, അവർ വൈകിയിട്ടില്ല, അവർ ലേറ്റ് ആയിട്ടില്ല എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഹും ലം യതഅഖറു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ലം യതഅഖറു യഫ്അലൂന ഈ ഒരു സാധനത്തിൽ വരുന്ന സാധനമാണ്. അതായത് ലം യതഅഖറൂന എന്നുണ്ടാവും. അതായത് ആദ്യം യതഅഖറൂന എന്നുണ്ടാവും, പിന്നെ അതിൽ ലം പ്രവേശിച്ചപ്പോഴാണ് ഈ ബിദുഖൂലി ലം അൽ ജാസിമ. ഈ ലം എന്നുള്ളത് എന്താണല്ലോ, ലം അതുപോലെ തന്നെ ലം ഈ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ അംറു ഗായിബിൻ്റെ ലാമ് ഇവകളൊക്കെ ഈ മുദാരിയായ ഫീൽഡിന് ജസ്മ് ചെയ്യുന്നത്. അതായത് സുക്കൂൻ, ജസ്മ് എന്ന് പറയുമ്പോൾ സുക്കൂനാണ് ഉദ്ദേശം. അങ്ങനെ ജസ്മ് ചെയ്യുന്ന ആമിലുകളാണ് ഈ ലമ്മ് എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ ഈ ലമ്മ് പ്രവേശിക്കലോടുകൂടെ ഈ യതഅഖറൂന എന്നുള്ള ഇവിടെ ഉണ്ടായിരുന്ന ഈ നൂനിനെ ഇവിടെ കളയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള യതഅഖറു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായി അഫ്അൽ ഹംസ എന്ന് പറയുമ്പോൾ യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന ഈ വസനുകളിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് റഫ് കിട്ടുന്നത് ഈ ഒരു നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. പിന്നെ അതിന് ജസ്മും നെസ്ബും കിട്ടുന്നത് ഇവിടെയുള്ള ഈ നൂനിനെ കളയൽ കൊണ്ടാണ്. പിന്നെ ഇതിന് അഫ്അൽ ഹംസ എന്ന് പേര് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ഈ അലിഫുൽ ഇസ്നാനി, വാവുൽ ജമാഅത്ത്, യാവുൽ മുഖാത്തബത്ത് ഇത്തരത്തിലുള്ള ഈ അടയാളങ്ങളൊക്കെ ഉള്ള ഫീലുകളെയാണ് എന്ത് പറയുന്നത്? അഫ്അൽ ഹംസ എന്ന് പേര് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ റഫ് നൂനിനെ സ്ഥിരപ്പെടുത്തലുകൊണ്ട് നെസ്ബും ജസ്മും നൂനിനെ കളയൽ കൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അൽ ലിസ്സു വൽ കിലാബു റിവായത്തുൻ കതബഹ. അൽ ലിസ്സു വൽ കിതാബു വൽ കിലാബു എന്ന ഈ ഒരു നോവൽ അത് ആരാണ് രചിച്ചത് എന്നാണ് ചോദ്യം. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഫദ്വ തൂക്കാൻ, ജോഹ അൽ ഹാരിസി, നജീബ് മഹ്ഫൂദ് എന്ന ഈ 4 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നജീബ് മഹ്ഫൂദ് എന്നതാണ് ഉത്തരം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് നോക്കാം. അൽ ഇസ്വൽ കിലാബ് ഹി റിവായത്തുൻ കത്തബ നജീബ് മഹ്ഫൂദ് സനത്ത് 1961. അപ്പോൾ ഈ ലിസ്വൽ കിലാബ് എന്ന ഈ ഒരു ഇത് റിവായാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം ഉണ്ടാവും. അൽ ഇസ്വൽ കിലാബ് എന്നുള്ളത് ഏത് മിനൽ അദബാണെന്നുള്ളത് അങ്ങനെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ റിവായാണ് 1961 എഴുതുന്നത്. നജീബ് മഹ്ഫൂദാണ് ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ റിവായ തുനാഖിഷു റിവായത്തു അഫ്കാറൽ അബ്സി വൽ മൗത്തി വ മഅനൽ വുജൂദി വ ബഹ്സുൽ ബത്ലി അനിൽ അദിലിൽ ളായിർ. ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയം. അതായത് മരണം, പിന്നെ അതുപോലെ തന്നെ ഒരു മഅനൽ വുജൂദ്, ഒരു ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്, പിന്നെ ബഹ്സുൽ ബത്ലി അനിൽ അദിലിൽ ളായിർ ഇതിലെ ഹീറോ ഉണ്ട്, ഇതിലെ നടൻ ഈ റിവായയിലെ ബത്തിൽ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു നീതിക്ക് വേണ്ടി അതിനെ തേടി നടക്കുന്ന ആ ഒരു ഇതിവൃത്തമാണ് ഈ ഒരു നോവലിൽ വിഷയമായി വരുന്നത്. പിന്നെ യുഅദ്ദു അവ്വലു അദീബിൻ അറബിയിൻ ഹാസ അല ജായിസത്ത് നോബേൽ ഫിൽ അദബി. അതായത് നോബേൽ ലിറ്ററേച്ചർ അത് നേടിയ ആദ്യത്തെ അറബിക് സാഹിത്യകാരനാണ് ആര്? നജീബ് മഹ്ഫൂദ്. അപ്പോൾ അങ്ങനെ ചോദ്യം ഉണ്ടാകും ചിലപ്പോൾ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ അറബിക് അദീബ് ആരാണെന്നുള്ളത്, അദീബുൻ അറബിയൻ ആരാണെന്നുള്ള ചോദ്യം. അപ്പോൾ അത് നജീബ് മഹ്ഫൂദാണ്. 1988 അദ്ദേഹം നോബൽ നേടിയത്. അത് ഏതിനായിരുന്നു? ഔലാദ് ഹാരത്തിന എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലിനാണ് അദ്ദേഹം നോബൽ പ്രൈസ് നേടിയത്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കാഹിറയിൽ 1911 ജനിക്കുന്നത്. പിന്നെ ജീസ എന്ന മിസ്രിലെ കാഹിറയിൽ അദ്ദേഹം ജനിക്കുന്നത്. മിസ്രിലെ തന്നെ ജീസ എന്ന പ്രദേശത്താണ് അദ്ദേഹം 2006 വഫാത്താവുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് മുഅല്ലഫാത്തുകളാണ് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധനായ ഒരു റാവിയാണ്, അതായത് നോവലിസ്റ്റാണ് അദ്ദേഹം ഒരുപാട് കഥകളും നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കിതാബുകളാണ് അബ്സുൽ അഖദാർ, അൽ ഖാഹിർ അൽ ജദീദ, ഖാൻ അൽ ഖലീലി എന്ന ഈ കിതാബുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു മുഅല്ലഫാത്താണ്. ഓക്കെ, മദീനത്തുൻ തുഅറഫു ബി സുർറമൻ റഅ എന്നറിയപ്പെടുന്ന പട്ടണം
ഏതാണ്? ഈ തന്നിട്ടുള്ള മദീന അൽ മുനവ്വറ ഉണ്ട്, ബഗ്ദാദ് ഉണ്ട്, സാമുറ ഉണ്ട്, സൂരിയ ഉണ്ട്. ഈ 4 മദീനകളിൽ, ഈ 4 പട്ടണങ്ങളിൽ ഏത് പട്ടണമാണ് സുർറമൻറ എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. സാമുറ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇനി അതിൻ്റെ കാരണം എന്ന് നോക്കാം. ഈ സാമുറ എന്നുള്ളത് മദീനത്തുൻ ഇറാഖിയത്തുൻ, അതൊരു ഇറാഖിലുള്ള ഒരു പട്ടണമാണ്. പിന്നെ കാനൻ സാമുറ ആസിമത്ത് അദ്ദൗലത്തുൽ അബ്ബാസിയ ബഅദ ബഗ്ദാദ്. അപ്പോൾ നമ്മുടെ അബ്ബാസിയ ഭരണകാലം അല്ലേ, അതിൻ്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ബഗ്ദാദ്. ഈ ബഗ്ദാദിന് ശേഷം അബ്ബാസികളുടെ തലസ്ഥാനമായിരുന്നു ഈ സാമുറ എന്ന പ്രദേശം. വക്കാന സ്മുഹ ആന്താക്ക സുർറമൻറ, ആ സമയത്തുള്ള അതിൻ്റെ പേരാണ്. അതായത് അബ്ബാസികളുടെ തലസ്ഥാനം ബഗ്ദാദിൽ നിന്ന് ഈ സാമുറ എന്ന പ്രദേശത്തിലേക്ക് മാറ്റി. ആ സമയത്ത് അതറിയപ്പെടുന്നത് സുർറമൻറ, അതായത് കണ്ടവരൊക്കെ സന്തോഷിച്ചു എന്നൊരർത്ഥത്തിൽ വരുന്നത്. കണ്ടവരൊക്കെ സന്തോഷിച്ചിരിക്കുന്നു എന്നൊരർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് അങ്ങനെ പേര് പറയാൻ കാരണം പറയുന്നുണ്ട്, ആ ഒരു പ്രദേശത്തിൻ്റെ ജമാലിയത്താണ് അതിന് കാരണം. അത് അദ്ദേഹം അത്രക്കും വളരെ ഭംഗിയുള്ളൊരു പ്രദേശമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം എന്നൊക്കെ പറയപ്പെടാറുണ്ട്. പിന്നെ ഈ വഖദ് ബനാഹൽ ഖലീഫത്തുൽ മുഅ്തസിം ബില്ല, ഈ മുഅ്തസിം ബില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാധനം ഉണ്ടാക്കിയത് ആരാണെന്നുള്ളത്, ഈ സുർറമൻറ എന്നുള്ള ഈ ഒരു പട്ടണം ഉണ്ടാക്കിയത് മുഅ്തസിം ബില്ല എന്ന അബ്ബാസി ഖലീഫയാണ്. ലി തക്കൂന ആസിമത്ത് ദൗലത്തി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അബ്ബാസിയ ദൗലത്ത് ഉണ്ടല്ലോ അതിൻ്റെ തലസ്ഥാനം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം എന്താക്കിയത്, ഈ ഒരു പട്ടണം ഉണ്ടാക്കിയത്, സുർറമൻറ എന്ന പട്ടണം ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹമാണ് ബഗ്ദാദിൽ നിന്ന് ഈ സുർറമൻറയിലേക്ക് തലസ്ഥാനം മാറ്റിയതെന്ന് അർത്ഥം. തക്കവല ലഫാഫി നെഹ്രി ദജ്ല, ദജ്ല എന്ന് പറയുമ്പോൾ ടൈഗ്രിസ് നദിയുടെ തീരത്താണ് ഈ ഒരു സുർറമൻറ അല്ലെങ്കിൽ സാമുറ എന്നറിയപ്പെടുന്ന ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലഖദ് ബഖിയത് മദീനത്തു സാമുറ ആസിമത്തൻ ലിൽ ഖിലാഫത്തുൽ അബ്ബാസിയത്തി ഫദറത്തുൽ തഖ്റൂമിൻ 58 വർഷം. അതായത് 58 വർഷം ഈ ഒരു സാമുറ എന്ന ഈ ഒരു പട്ടണം ഖിലാഫത്തുൽ അബ്ബാസിയൻ്റെ തലസ്ഥാനമായി നിലനിന്നിട്ടുണ്ട്. അദ്റജത്ത്ഹ മുനല്ലമത്തുൽ ഉമമുൽ മുത്തഹിദ ലിത്തർബിയത്തി വൽ ഇൽമി വസ്സഖാഫത്ത് യുനെസ്കോ, അതായത് അൽ ഉമമുൽ മുത്തഹിദ ലിത്തർബിയത്തി വൽ ഇൽമി വസ്സഖാഫ, യുനെസ്കോ അല്ല, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ, ആ ഒരു സാധനം യുനെസ്കോ എന്നുള്ളത് 2007 ഇതിനെന്താക്കിയാണ് ലിംന ഖായിമത്തി തുറാസിൽ ആലമി, അതായത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2007 ഈ ഒരു സാമുറ എന്ന പ്രദേശത്തിനെ ഈ യുനെസ്കോ എന്താക്കിയിട്ടുണ്ട്, വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഖാല ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് ഖാലഹ, ഇതൊരു വളരെ ഒരു ആയത്താണ്. ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ സങ്കടങ്ങളെയെല്ലാം അള്ളാഹുലേക്ക് ഭയമേൽപ്പിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവിനോട് ശിക്കായത്ത് പറയുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബി യൂസുഫ്, ഇഖ്വത്ത് യൂസുഫ്, അന്നബി യാക്കൂബ്, ഇതിലാരാണ് ഈ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് അന്നബി യാക്കൂബ് അലൈഹി സ്വലാമാണ് ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കഥയെ ഇതിവൃത്തമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കൊണ്ടുപോയി കിണറ്റിലിട്ടു. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്താണ് അദ്ദേഹം ഇവർ വന്നിട്ട് ചെന്നായ കടിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ അതിനൊക്കെ ശേഷം ഒരു ബാക്കി പത്രമായി പറയുന്നതാണ് ഇന്നമാഷ്കു ബസ്സി വഹുസിനി ഇലല്ലാ എന്നുള്ള ഈ ഒരു വാക്ക്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വേർപാടിൽ സങ്കടം കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വരുന്ന ഒരു അപ്കമിങ് സെഷനിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ബാക്കിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.